നിങ്ങൾ പലപ്പോഴും ഈ മറിമായൊക്കെ കണ്ട ആൾക്കാരായിരിക്കും അല്ലേ? ഇവിടെ വന്ന് ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ നിന്ന് ഇങ്ങോട്ട് കാണിക്കും, അവിടെ നിന്ന് അങ്ങോട്ട് കാണിക്കും. ഇങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു ഒരു കാലം കേട്ടോ. പക്ഷെ അതൊക്കെ മാറ്റിമറിക്കാൻ വേണ്ടിയിട്ട് ഈ സോഫ്റ്റ്വെയർ ഒക്കെ ഉണ്ടാക്കി. ഇന്നതൊന്നുമില്ല, അങ്ങനെ ചൂണ്ടിക്കാണിക്കാനൊന്നും പറ്റില്ല. നീ അവിടെ വർക്ക് ചെയ്തല്ലടാ, മാറിയില്ല ILGMS വന്നപ്പോൾ? ഈ ഫുള്ളായിട്ട് മാറും. ഏറ്റവും നല്ല ഗ്ലാമറസ് പോസ്റ്റുകൾ തന്നെയാണ്. അവിടെ ഇരുന്ന് നിങ്ങൾ അതായാൽ ഞാൻ ആയിട്ടുണ്ട്, എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. പക്ഷേ എപ്പോഴും നമുക്ക് എല്ലാവർക്കും എല്ലാ കാര്യവും കൃത്യമായി ചെയ്തു കൊടുക്കാൻ പറ്റിയാലും നിയമപരമായിട്ട് ചെയ്തു കൊടുക്കാൻ പറ്റില്ല. ബിക്കോസ് അവർ നിയമവിരുദ്ധമായിട്ടുള്ള കാര്യമായിരിക്കും അവിടെ ചെയ്തിട്ടുണ്ടാവുക. അതിന് നമുക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റുമോ? പറ്റില്ല. അതിപ്പോൾ നമ്മുടെ വീട്ടിലുള്ള ആളായാലും അവിടെ ഒരു വര നമ്മൾ വരച്ചിട്ടുണ്ടാവും. ക്ലിയർ അല്ലേ? ദിസ് ഈസ് എഗെയിൻസ്റ്റ് ലോ. സോ മാങ്ങാണ്ടി പുറത്തേക്ക് വലിച്ചെറിഞ്ഞ് അപ്പോൾ നിയമപരമായി ഞാൻ 25,000 രൂപ ഫൈൻ ഈടാക്കും, അതെൻ്റെ ജ്യേഷ്ഠനാണെങ്കിലും. ക്ലിയർ ആണല്ലോ? അങ്ങനെ ആയിരിക്കണം ഒരു സെക്രട്ടറി. ഭയങ്കര എതിർപ്പായിരുന്നു. കാരണം നമ്മുടെ മിനിറ്റ്സ് ലോകത്ത് മുഴുവൻ അറിയില്ലേ? ലോകം മുഴുവൻ ഈ മിനിറ്റ്സ് ഇന്ന് ലോകത്തെവിടെയും LSCDയുടെ മിനിറ്റ്സ് ഇങ്ങനെ അവൈലബിൾ അല്ല, ഓൺലി ഇൻ കേരള. അതും കൂടിയുണ്ട്. നിങ്ങൾ അഭിമാനിക്കേണ്ട കാര്യം അതാണ്, വേറെ എവിടെയില്ല. കാരണം അത് പുറത്ത് പറയാൻ ആരും ആഗ്രഹിക്കില്ല. കക്കണമെങ്കിൽ പുറത്ത് പറഞ്ഞാൽ പറ്റുമോ? പറ്റൂല. അതുകൊണ്ട് അതിൽ എഴുതിയ കാര്യം ഇന്ന് 2016 മുതലുള്ള മിനിറ്റ്സ് നിങ്ങളുടെ ഈ മൊബൈൽ ഫോണിൽ കിട്ടും, വിത്തൗട്ട് എനി ലോഗിൻ, എനി പെർമിഷൻ, എനിത്തിങ് എൽസ്. നിങ്ങളുടെ പഞ്ചായത്തിൽ എന്തെല്ലാം പദ്ധതി നടപ്പിലാക്കുന്നുണ്ട് എന്ന് നിങ്ങൾക്ക് നിങ്ങളുടെ ഫോണിൽ നോക്കിയാൽ കാണാൻ പറ്റും. വിത്തൗട്ട്, ഇറ്റ് ഈസ് കോൾഡ് പബ്ലിക് ഡൊമൈൻ. മനസ്സിലായില്ലേ? എന്ന് മുതൽ? 2016 മുതലുണ്ട്. ഇപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ എന്ത് കാര്യം ചെയ്യുകയാണെങ്കിൽ അതിന് മുൻപേ നമ്മൾ പ്രിപ്പയർഡ് ആയിരിക്കണം ആ കാര്യം ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലേ? അപ്പോൾ അങ്ങനെ തയ്യാറായിട്ട് അവിടെ ചെല്ലുമ്പോൾ, ഞാൻ നിങ്ങളെ ഒരു ഇൻ്റർവ്യൂ ഓറിയൻറ്റഡ് ആയിട്ടല്ല നിങ്ങളിലേക്ക് കാര്യങ്ങൾ പറഞ്ഞുതരാൻ ആഗ്രഹിക്കുന്നത്. നിങ്ങൾ നാളെ പഞ്ചായത്ത് സെക്രട്ടറി ആയാൽ എന്താവണം, എങ്ങനെയാവണം എന്നാണ് ആഗ്രഹിക്കുന്നത്. അപ്പോൾ അവിടെ ഇൻ്റർവ്യൂ ബോർഡിലുള്ള ആൾക്കാർ സ്വാഭാവികമായിട്ട് അതൊക്കെ ആയിരിക്കും ചോദിക്കുക എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. ആരാണ് ഞാൻ? നിങ്ങളിപ്പോൾ ആരായി മാറി? നിങ്ങൾ ആരാണ്? പക്ഷേ മിണ്ടാണ്ടിരുന്നു കഴിഞ്ഞാൽ എനിക്ക് ദേഷ്യം പിടിക്കും. ആരാണ് സെക്രട്ടറി? അല്ലേ? ആരാണ് സെക്രട്ടറി? ആ സീറ്റിലിരിക്കുമ്പോൾ ഞാൻ ആരാണെന്ന് എനിക്കറിയില്ലെങ്കിൽ ഞാൻ എന്നോട് ചോദിക്കണം ഞാൻ ആരാണെന്ന്, അല്ലേ? വേണ്ടോ? അപ്പോൾ ആരാണ് ഞാൻ? സംബഡി എൽസ്. ഞാനൊരു സർക്കാർ ഉദ്യോഗസ്ഥനാണ്. ആ ബോധ്യം വേണം. ഞാൻ ആരല്ല? വാർഡ് മെമ്പറല്ല, പഞ്ചായത്ത് പ്രസിഡന്റ് അല്ല, ഞാനൊരു സർക്കാർ ഉദ്യോഗസ്ഥനാണ്. ആണോ അല്ലയോ? യെസ്, ഞാനൊരു സർക്കാർ ഉദ്യോഗസ്ഥനാണ്. എന്നെ നിയമിച്ചിരിക്കുന്നത് എന്തിൻ്റെ അടിസ്ഥാനത്തിൽ? വെറുതെ അവിടെ നിയമിക്കുകയാണോ? നമ്മുടെ ഈ നാട്ടിൽ ഒരു ഭരണമുണ്ട്, ഭരണഘടനയുണ്ട്, ഒരു സംവിധാനമുണ്ട്, അല്ലേ? അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ ആണ് എന്നെ നിയമിച്ചിരിക്കുന്നത്. ഞാൻ സെക്ഷൻ 48 ഓഫ് കേരള മുനിസിപ്പാലിറ്റി ആക്ട് അനുസരിച്ചും 179 ഓഫ് കേരള പഞ്ചായത്ത് രാജ് ആക്ട് അനുസരിച്ചും നിയമിതനായിട്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ്. ആണോ? അപ്പം നമുക്ക് എന്തുണ്ടാവും? ആ ഒരു ബോധ്യം ഉണ്ടാവുമ്പോൾ നമ്മൾ ആരായിട്ടിരിക്കും? ഈ ഒരു വ്യക്തിയായിട്ടിരിക്കും. ഓക്കെ? സോ നാളെ ഇൻ്റർവ്യൂവിൽ നിങ്ങൾ ഏത് സെക്ഷൻ പ്രകാരം, സെക്ഷനൊക്കെ നിങ്ങൾക്ക് അത്യാവശ്യം അറിയാമെന്ന് എനിക്ക് ആ ഒരു ഫസ്റ്റ് ബ്രെയിൻ സ്റ്റോമിങ് മനസ്സിലായിട്ടുണ്ട്. പക്ഷേ എന്നാൽ പോലും ചിലപ്പോൾ ചോദിച്ചേക്കാം. ക്ലിയർ ആയല്ലോ? അപ്പോൾ നമ്മൾ ആരാണ്? സെക്രട്ടറിയാണ്. എങ്ങനെയാണ് സെക്രട്ടറി ആയത്? ഈ ഒരു നിയമത്തിൻ്റെ ബലത്തിലാണ്. ആ നിയമത്തിൻ്റെ ബലത്തിൽ നമ്മൾ നിയമിതനായിട്ടിരിക്കുമ്പോൾ നമുക്ക് നമ്മുടേതായ പവർ ഉണ്ടാവും. ഓക്കെ? സോ ഇനി അടുത്തത് എന്താണ് എൻ്റെ റോൾ? ഞാനൊരു പഞ്ചായത്ത് സെക്രട്ടറിയാണ്, അല്ലെങ്കിൽ മുനിസിപ്പൽ സെക്രട്ടറിയാണ്, നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞു, അല്ലേ? അങ്ങനെ ആകുമ്പം എൻ്റെ റോൾ എന്താണ്? എൻ്റെ റോൾ എന്താണെന്ന് അറിയാതെ നമ്മളവിടെ ഇരുന്നിട്ട് കാര്യമുണ്ടോ?
എന്താണ് എൻ്റെ റോൾ, അത് വ്യക്തമായിട്ട് അറിഞ്ഞിരിക്കണം. ഇല്ലെങ്കിൽ വേണ്ടാത്ത റോള് കൈകാര്യം ചെയ്യും നമ്മൾ. അപ്പോഴാണ് നമ്മൾ തോറ്റു പോവുക. മനസ്സിലാവുന്നുണ്ടോ? പഞ്ചായത്ത് ഓഫീസിൽ വന്നവർ ഓടി വന്ന് പറയാണ്, സാറേ ഞങ്ങൾക്ക് ഇവിടെ ഈ ഭാഗത്തൊരു എയർപോർട്ട് വേണം, ഇവിടെ ഒരു എയർപോർട്ട് ഉണ്ടാക്കി തരണം. കൊടുക്കാൻ പറ്റുമോ? അപ്പോൾ നമ്മളുടെ റോൾ എന്താണ്, എങ്ങനെയാണ് വേണ്ടത് എന്നുള്ളതൊക്കെ ആ പുസ്തകത്തിൽ, ഏത് പുസ്തകത്തിൽ? പഞ്ചായത്ത് രാജ് ബൈബിൾ ഏതാ? പഞ്ചായത്ത് രാജ് ആക്ട്. മുനിസിപ്പാലിറ്റിക്കാരത് മുനിസിപ്പാലിറ്റി ആക്ട്. ഈ രണ്ട് ബൈബിളുകൾ പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് ചെയ്യലാണ് എൻ്റെ ജോലി. ആണോ അല്ലയോ? അതല്ലേ എൻ്റെ ജോലി? അത് മാത്രമാണോ? എവിടുന്ന് തുടങ്ങണം നമ്മൾ? ഭരണഘടനയിൽ നിന്ന് തുടങ്ങണം. തെറ്റാൻ പാടുണ്ടോ? അതിൻ്റെ താഴോട്ട് എഴുതി വെച്ച എല്ലാ കാര്യങ്ങളും ചുമതലകളും നിർവഹിക്കലാണ്. പക്ഷേ ഈ ചുമതല ഞാൻ എന്ത് ചെയ്യണം എന്നെവിടെ എഴുതി വെച്ചിട്ടുണ്ട്? എവിടെ എഴുതി വെച്ചിട്ടുണ്ട്? അതിൻ്റെ സെക്ഷൻസ് ഏതൊക്കെയാണ്? 49 ഫങ്ഷൻസ് ഓഫ് ദി സെക്രട്ടറി, റൈറ്റ്സ് ആൻഡ് സർവീസസ് ഓഫ് ദി മുനിസിപ്പൽ സെക്രട്ടറി. ഇതെല്ലാം മുനിസിപ്പാലിറ്റി ആക്ട് അനുസരിച്ചാണ്. അതുപോലെ അപ്പോൾ അതെന്തൊക്കെയുണ്ട്? എൻ്റെ പ്രശ്നം ഇത് ചെറുത് മാത്രമേ എഴുതിയുള്ളൂ. ഒരു ഫാൻ അവിടെ ഉണ്ട്, അതുകൊണ്ട് അത് കട്ടായിട്ടുണ്ട്. എനിവേ ഇത് ഓരോന്നും ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബോറടിക്കും. പക്ഷേ നിങ്ങളിത് പഠിക്കണം. എൻ്റെ ചുമതലകൾ എന്താണ്? അപ്പോൾ സെക്രട്ടറിയുടെ ചുമതല അല്ലാത്തൊരു ചുമതല ഞാൻ ചോദിച്ചാൽ നിങ്ങൾക്ക് ബോധ്യപ്പെടണം അതല്ല എന്നുള്ളത്. ക്ലിയർ അല്ലേ? പലപ്പോഴും അത് സംഭവിക്കാറുണ്ട്. സെക്രട്ടറിയുടെ സീറ്റിൽ ഇരിക്കുമ്പോൾ നമുക്കൊരു ജോലിയും ഇല്ലാത്ത, മീൻസ് നമുക്കൊരു റോളും ഇല്ലാത്ത കാര്യങ്ങൾ നമ്മുടെ അടുത്ത് വന്നിട്ട് ആൾക്കാർ ചോദിക്കാം. മനസ്സിലായോ? അപ്പം നമുക്ക് ബോധ്യം ഉണ്ടാവേണ്ട കാര്യം എന്താ? ഇതെൻ്റെ ചുമതലയല്ല, പക്ഷേ ഞാനത് അദ്ദേഹത്തിന് എങ്ങനെയെന്ന് പറഞ്ഞു കൊടുക്കണം. അല്ലാതെ നിങ്ങൾ പോയിക്കുമെന്ന് അറിയില്ലല്ലോ. നിങ്ങൾ പലപ്പോഴും ഈ മറിമായൊക്കെ കണ്ട ആൾക്കാരായിരിക്കും അല്ലേ? ഇവിടെ വന്ന് ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ നിന്ന് ഇങ്ങോട്ട് കാണിക്കും, അവിടെ നിന്ന് അങ്ങോട്ട് കാണിക്കും. ഇങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു ഒരു കാലം കേട്ടോ. പക്ഷെ അതൊക്കെ മാറ്റിമറിക്കാൻ വേണ്ടിയിട്ടാണ് ഈ സോഫ്റ്റ്വെയർ ഒക്കെ ഉണ്ടാക്കി. ഇന്നതൊന്നുമില്ല. അങ്ങനെ ചൂണ്ടിക്കാണിക്കാനൊന്നും പറ്റില്ല. നീ അവിടെ വർക്ക് ചെയ്തല്ലടാ, മാറിയില്ല ILGMS വന്നപ്പോൾ? ഈ ഫുള്ളായിട്ട് മാറും. നിങ്ങൾ അതിനെനിക്ക് കയ്യടി, ഇവിടെ കയ്യടിക്കാൻ പറ്റുമോ? അറിയില്ല, തരണം. ബിക്കോസ് ഇത് ചോദിച്ച് വാങ്ങണം. അത്രയും കാര്യങ്ങൾ ചെയ്ത് നമ്മൾ ചെയ്യുമ്പോഴേ. സോ ഇൻ ഫ്യൂച്ചറിൽ നിങ്ങളെല്ലാവരും സെക്രട്ടറിമാരായി വരുമ്പം, അപ്പോൾ തിരുവനന്തപുരത്ത് നിന്നാണ് ഞാൻ ഇവിടെയൊക്കെ വരുന്നത്. ഇപ്പോൾ ഇത്രയും യാത്ര ചെയ്ത് വന്നതിൽ എനിക്ക് ഏറ്റവും വലിയതായിട്ട് തോന്നുന്നത് അത് മാത്രമാണ്. നിങ്ങൾ മനസ്സിലോർക്കുക എന്നുള്ളതാണ്, അതിനപ്പുറത്തേക്കൊന്നും. സോ ഇതിലേറ്റവും പ്രധാനപ്പെട്ടൊരു കാര്യമാണ് മീറ്റിംഗ് അഡ്മിനിസ്ട്രേഷൻ. ഈ മീറ്റിംഗ് അഡ്മിനിസ്ട്രേഷൻ കൃത്യമായിട്ട് സെക്രട്ടറി ചെയ്തില്ല എങ്കിൽ ആ മുനിസിപ്പാലിറ്റി അല്ലെ പഞ്ചായത്ത്, രണ്ടിലും ഒരേ കാര്യങ്ങളാണ് മിക്കവാറും ചുമതലകളായിട്ടുള്ളത്. ചെയ്തിട്ടില്ലെങ്കിൽ ഫസ്റ്റ് റോൾ എന്ന് പറയുന്നത് എന്താണ്? മീറ്റിംഗ് അഡ്മിനിസ്ട്രേഷനാണ്. ഭരണസമിതിയുടെ യോഗങ്ങൾ കൃത്യമായിട്ട് നടത്തിക്കുക എന്നുള്ളതാണ് സെക്രട്ടറിയുടെ പരമപ്രധാനമായിട്ടുള്ള ചുമതല. അങ്ങനെ ഭരണസമിതി എടുക്കുന്ന തീരുമാനങ്ങളെ നിയമത്തിൻ്റെ ഉള്ളിൽ നിന്നുകൊണ്ട് നടപ്പിലാക്കുക എന്നുള്ളതാണ് സെക്രട്ടറിയുടെ അടുത്ത ചുമതല. മനസ്സിലായോ? ക്ലിയറായോ? സെക്രട്ടറിയുടെ പരമപ്രധാനമായ ചുമതല ഇതാണ്. അങ്ങനെ സെക്രട്ടറിയെ ഇത് ഏൽപ്പിച്ച സമയത്ത് ചില കാര്യങ്ങൾ അതിൻ്റെ പുറത്തേക്ക് സർക്കാർ ഏൽപ്പിച്ചു കൊടുത്തിട്ടുണ്ടാവും. അത് സെക്രട്ടറിയുടെ സ്റ്റാറ്റ്യൂട്ടറി ചുമതലകളായിരിക്കാം. മനസ്സിലാവുന്നുണ്ടോ? അത് സെക്രട്ടറി മാത്രമായിരിക്കും ചെയ്യേണ്ടി വരിക. അതിന് ആരുടെ അധികാരം വേണ്ടി വരില്ല, അംഗീകാരം വേണ്ടി വരില്ല, അവരുടെ വേണ്ടി. അപ്പം അത്തരത്തിലുള്ള ചില ചുമതലകളും ഉണ്ടാവാം. കാരണം സെക്രട്ടറി ആരാണ്? സർക്കാർ ഉദ്യോഗസ്ഥനാണ് അല്ലേ? ക്ലിയർ അല്ലേ? സോ അതിൽ ഓരോന്നും നോക്കും. അപ്പോൾ എങ്ങനെയാണ് മീറ്റിംഗ്, അറ്റൻഡ് കൗൺസിൽ ആൻഡ് കമ്മിറ്റി മീറ്റിംഗ്, പ്രൊവൈഡ് അഡ്വൈസ്. അപ്പോൾ ഭരണസമിതി യോഗം ചേരുന്ന സമയത്ത് അവർക്ക് നിയമപരമായിട്ട് ഉപദേശം കൊടുക്കാൻ മാത്രമാണ് ആർക്ക് അധികാരം ഉണ്ടാവുക? ഈ സെക്രട്ടറിക്ക് അധികാരം ഉണ്ടാവുക. ഇതൊക്കെ ക്ലാസ്സൊക്കെ കഴിഞ്ഞ ആൾക്കാരാണ്. ഇങ്ങനെ ക്ലാസ്സുകളൊക്കെ ഇവിടെ എടുത്തായിരുന്നു ആരെങ്കിലും? യെസ് ഓർ നോ? നോ ആണെങ്കിലേ ഞാൻ പോകും മുന്നോട്ട് ഈ രീതിയിൽ. ഓക്കെ ആണല്ലോ? സോ പിന്നെ അജണ്ട, ഈ യോഗത്തിൻ്റെ അജണ്ട പ്രിപ്പയർ ചെയ്യാൻ പ്രസിഡന്റും സെക്രട്ടറിയും കൂടി ഇരുന്നിട്ടാണ് അജണ്ട പ്രിപ്പയർ ചെയ്യേണ്ടത്, തയ്യാറാക്കണം. മനസ്സിലായല്ലോ? പ്രസിഡന്റിനോട് ആലോചിച്ച്
ആണ് അജണ്ട തയ്യാറാക്കേണ്ടത്. അത് സെക്രട്ടറിയുടെ ചുമതലയാണ്. പിന്നെ അതുപോലെ അതിൻ്റെ നോട്ടീസ് ഇഷ്യൂ ചെയ്യുക. അപ്പോൾ മീറ്റിംഗ് യോഗത്തിൻ്റെ നോട്ടീസ് ഇഷ്യൂ ചെയ്യുക. ദെൻ പിന്നെ മിനിറ്റ്സ് റെക്കോർഡ് ചെയ്യുക. ആ യോഗ നടപടിക്രമങ്ങൾ റെക്കോർഡ് ചെയ്യൽ ആരുടെ ചുമതലയാണ്? സെക്രട്ടറിയുടെ ചുമതലയാണ്. ഇതൊക്കെ ഒരു കാലത്ത് ഇങ്ങനെ ഇരുന്ന കാലം ഉണ്ടായിരുന്നു. മനസ്സിലാകുന്നുണ്ടോ? എഴുതി നിങ്ങളൊക്കെ അന്നത്തെ സെക്രട്ടറി ആയിരുന്നു ഇന്നെങ്കിൽ, നിങ്ങളിപ്പോൾ വരാൻ പോകുന്ന ആൾക്കാരെങ്കിൽ നിങ്ങളോട് ഞാൻ 100% പറയും ഇങ്ങോട്ട് വരേണ്ട മക്കളെ. ബിക്കോസ് ഇറ്റ് വാസ് സച്ച് എ ഹെൽ. കാരണം ഈ മീറ്റിങ്ങിൻ്റെ മിനിറ്റ്സ് മുഴുവൻ എഴുതണം. അതിൻ്റെ കൂടെ അപ്പുറത്തുനിന്ന് ഒരു പ്രശ്നം, ഇപ്പുറത്തുനിന്നൊരു പ്രശ്നം, ഇവിടുന്നൊരു പ്രശ്നം, ഇവിടുന്നൊരു പ്രശ്നം, ഇവിടുന്നൊരു പ്രശ്നം. ഈ പ്രശ്നങ്ങളെല്ലാം വന്ന് ഒരേ ഒരു സെക്രട്ടറിയെ കോൺസെൻട്രേറ്റ് ചെയ്തിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. പക്ഷെ ഇന്ന് അങ്ങനെയൊന്നല്ല. യു ഹാവ് ദ സോഫ്റ്റ്വെയർ. സകർമ്മ എന്ന് കേട്ടിട്ടുണ്ടാവോ? അതിൻ്റെ കോഡ് ഉൾപ്പെടെ എഴുതിങ്ങാണ്ട് ഞാൻ കൊടുത്ത്, കേട്ടിട്ടില്ലേ? എങ്ങനെ ഉണ്ടോ? അതിന് നിങ്ങൾ കയ്യടി തരണം. ബിക്കോസ് അത് തയ്യാറാക്കുന്ന സമയത്ത് ഭയങ്കര എതിർപ്പായിരുന്നു. കാരണം നമ്മുടെ മിനിറ്റ്സ് ലോകത്ത് മുഴുവൻ അറിയില്ലേ? ലോകം മുഴുവൻ ഈ മിനിറ്റ്സ് ഇന്ന് ലോകത്തെവിടെയും LSCDയുടെ മിനിറ്റ്സ് ഇങ്ങനെ അവൈലബിൾ അല്ല, ഓൺലി ഇൻ കേരള. അതും കൂടിയുണ്ട്. നിങ്ങൾ അഭിമാനിക്കേണ്ട കാര്യം അതാണ്. വേറെ എവിടെയില്ല. കാരണം അത് പുറത്ത് പറയാൻ ആരും ആഗ്രഹിക്കില്ല. കക്കണമെങ്കിൽ പുറത്ത് പറഞ്ഞാൽ പറ്റുമോ? പറ്റൂല. അതുകൊണ്ട് അതിൽ എഴുതിയ കാര്യം ഇന്ന് 2016 മുതലുള്ള മിനിറ്റ്സ് നിങ്ങളുടെ ഈ മൊബൈൽ ഫോണിൽ കിട്ടും. വിത്തൗട്ട് എനി ലോഗിൻ, എനി പെർമിഷൻ, എനിത്തിങ് എൽസ്. നിങ്ങളുടെ പഞ്ചായത്തിൽ എന്തെല്ലാം പദ്ധതി നടപ്പിലാക്കുന്നുണ്ട് എന്ന് നിങ്ങൾക്ക് നിങ്ങളുടെ ഫോണിൽ നോക്കിയാൽ കാണാൻ പറ്റും. വിത്തൗട്ട്, ഇറ്റ് ഈസ് കോൾഡ് പബ്ലിക് ഡൊമൈൻ. മനസ്സിലായില്ലേ? എന്ന് മുതൽ? 2016 മുതലുണ്ട്. സോ അതാണ്. ഈ കാര്യങ്ങളെല്ലാം ആ സോഫ്റ്റ്വെയർ വഴി, ഇറ്റ് ഈസ് കോൾഡ് സകർമ്മ, ആ സോഫ്റ്റ്വെയർ വഴി ചെയ്യുന്നുണ്ട്. ദെൻ ഈ തീരുമാനങ്ങളൊക്കെ നടപ്പിലാക്കണം. എക്സിക്യൂട്ട് ഡിസിഷൻസ്. മനസ്സിലായില്ലേ? ആ നടപ്പിലാക്കാനുള്ള ചുമതല ആർക്കാണ്? ഈ പഞ്ചായത്ത് സെക്രട്ടറിക്കാണ്. ക്ലിയർ ആയോ? ദെൻ പിന്നെ എമർജൻസി ആക്ഷൻസ്. ഏതെങ്കിലും അത്യാവശ്യ ഘട്ടങ്ങളൊക്കെ വരാം. പെട്ടെന്ന് ഒരു എപ്പിഡെർമിക് വന്നു, യുദ്ധം ഇവിടേക്ക് ആയതുകൊണ്ടാണ്. അല്ലെങ്കിൽ നമ്മളിവിടെ എന്തൊക്കെ തീരുമാനങ്ങൾ എടുക്കേണ്ടിയിരിക്കുക. എമർജൻസി സിറ്റുവേഷൻസ് എല്ലാം ഹാൻഡിൽ ചെയ്യേണ്ടി വരിക ലോക്കൽ ഗവൺമെൻറ്റാണ്. വെള്ളപ്പൊക്കം വന്നു, വരൾച്ച വന്നു, ഇതൊക്കെ വന്നാലും ആര് ഈ കാര്യങ്ങൾ കൈകാര്യം ചെയ്യണം? എക്സിക്യൂട്ട് ചെയ്യേണ്ട അധികാരം ആർക്കാണ്? സെക്രട്ടറിക്കാണ്. എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നിർദ്ദേശിക്കേണ്ട അധികാരം ആർക്കാണ്? ഭരണ സമിതിക്കാണ്. മനസ്സിലായോ? സോ എമർജൻസി ആക്ഷൻ. പിന്നെ ഹീ ഈസ് ദി അഡ്മിനിസ്ട്രേറ്റീവ് ഹെഡ്. ഇപ്പം മാത്രമല്ല, ഭരണപരമായിട്ടുള്ള ഹെഡ് ആരാണ്? പഞ്ചായത്തിൻ്റെ അല്ലെ മുനിസിപ്പാലിറ്റിയുടെ സെക്രട്ടറിയാണ്. ദെൻ ഡിസിപ്ലിനറി മാറ്റേഴ്സ്, അച്ചടക്കപരമായിട്ട് എന്തെങ്കിലും കാര്യം ജീവനക്കാർ കാണിച്ചു കഴിഞ്ഞാൽ അപ്പം നടപടി എടുക്കേണ്ട ഉത്തരവാദിത്തം ആർക്കാണ്? സെക്രട്ടറിക്കാണ്. ഇതത് പല സെക്രട്ടറിമാരും ചെയ്യാറില്ല. പക്ഷേ അത് ചെയ്യാത്തത് കൊണ്ട് തന്നെ ഇപ്പോൾ പല കള്ളത്തരങ്ങളും പലരും കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ദെൻ കസ്റ്റഡി ഓഫ് ഫണ്ട്. പഞ്ചായത്തിൻ്റെ മുഴുവൻ ഫണ്ടും ആരുടെ കയ്യിലിരിക്കണം? ഒരു പഞ്ചായത്ത് ഫണ്ട് എന്ന് പറഞ്ഞ ഫണ്ടാണുള്ളത്. അത് ആരുടെ കയ്യിലാണ്? ആരാണ് അതിൻ്റെ മെയിൻ കസ്റ്റോഡിയൻ? സെക്രട്ടറി. ക്ലിയർ അല്ലേ? ദെൻ നെക്സ്റ്റ് ഡിസിപ്ലിനറി മാറ്റേഴ്സ് പറഞ്ഞു. കസ്റ്റഡി ഓഫ് ഫണ്ട്, മെയിൻറ്റെയിൻ ഓഫ് അക്കൗണ്ട്സ്. പഞ്ചായത്തിൻ്റെ മുഴുവൻ പഞ്ചായത്തിൻ്റെ ഒരു അക്കൗണ്ട്, പഞ്ചായത്ത് അക്കൗണ്ട്, പഞ്ചായത്ത് ഫണ്ടിനാണ് ഒരു അക്കൗണ്ട് ഉണ്ടാവുക. പഞ്ചായത്ത് ഫണ്ട് ഉണ്ട്, അല്ലെങ്കിൽ മുനിസിപ്പൽ ഫണ്ടുണ്ട്, അതിൻ്റെ ഒരു അക്കൗണ്ട് ഉണ്ട്. സോ അത് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്. ദെൻ പേയ്മെൻറ്റ്സ് ഓതറൈസ് ചെയ്യുക. പിന്നെ ബഡ്ജറ്റ്, ഫിനാൻസിങ് ആൻഡ് റിപ്പോർട്ടിംഗ്. ദെൻ റെക്കോർഡ് കീപ്പിംഗ് ആൻഡ് റിപ്പോർട്ടിംഗ്. ദെൻ മെയിൻറ്റെയിൻ records, provide information reporting to government, issue of license and permissions, tax collection, enforcement, legal matters. Then relationship with the elected members, liaison officer ആയിട്ട് വർക്ക് ചെയ്യണം. ഓക്കെ. കാരണം മെമ്പർമാരുമായിട്ട് പലപ്പോഴും ഇവന്, എടോ നീ എത്ര കൊല്ലമായി പഞ്ചായത്തിൽ? 1.5 വർഷമായി. നിൻ്റെ അടുത്ത് പഞ്ചായത്ത് മെമ്പർമാർ വന്ന് എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ടുണ്ടാവില്ലേ? നീ നല്ല ആളാണെന്ന് പറഞ്ഞിട്ടുണ്ടാവില്ല. ചിലപ്പം എന്തെങ്കിലുമൊക്കെ പറയുന്ന ആൾക്കാരും ഉണ്ടാവും. തലവേദന. യഥാർത്ഥത്തിൽ അത് ചെയ്യേണ്ട പ്രവൃത്തി ഇവരെടുത്ത് പോയിട്ട് മെമ്പർ സംസാരിക്കലല്ല.
അതിൻ്റെ ലെയ്സൺ ഓഫീസർ ആരാണ്? ശരിക്കും സെക്രട്ടറിയാണ്. ഈ വിൽ ബി ദ ഇൻട്രാക്ടിങ് ഓഫീസർ വിത്ത് ദ ഇലക്ടഡ് റെപ്രസെൻറ്റേറ്റീവ്സ്. ഇവർ തമ്മിലൊരു നല്ല ആരോഗ്യപരമായിട്ടുള്ള ഒരു ബന്ധം ഉണ്ടാക്കിയെടുക്കണം. അത് ആരുടെ ചുമതലയാണ്? ശരിക്കും സെക്രട്ടറിയുടെ ചുമതലയാണ്. മനസ്സിലായോ? അല്ലാതെ അവനെ ചീത്ത പറഞ്ഞോട്ടെ എന്ന് വിചാരിക്കുന്ന ആയിരിക്കരുത് സെക്രട്ടറി. നിങ്ങളാരും അങ്ങനെ ആവരുത്. നിങ്ങളുടെ ജീവനക്കാർ നിങ്ങളുടെ ചങ്കുകളായിട്ട് വേണം കാണാൻ. മനസ്സിലായോ? ഒരു മുനിസിപ്പൽ സെക്രട്ടറി, പഞ്ചായത്ത് സെക്രട്ടറി, ജില്ലാ കളക്ടർ തുടങ്ങിയ പോസ്റ്റുകൾ ഏറ്റവും നല്ല ഗ്ലാമറസ് പോസ്റ്റുകൾ തന്നെയാണ്. അവിടെ ഇരുന്ന് നിങ്ങൾ അതായാൽ ഞാൻ ആയിട്ടുണ്ട്, എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. പക്ഷേ എപ്പോഴും നമുക്ക് എല്ലാവർക്കും എല്ലാ കാര്യവും കൃത്യമായി ചെയ്തു കൊടുക്കാൻ പറ്റിയാലും നിയമപരമായിട്ട് ചെയ്തു കൊടുക്കാൻ പറ്റില്ല. ബിക്കോസ് അവർ നിയമവിരുദ്ധമായിട്ടുള്ള കാര്യമായിരിക്കും അവിടെ ചെയ്തിട്ടുണ്ടാവുക. അതിന് നമുക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റുമോ? പറ്റില്ല. അതിപ്പോൾ നമ്മുടെ വീട്ടിലുള്ള ആളായാലും അവിടെ ഒരു വര നമ്മൾ വരച്ചിട്ടുണ്ടാവും. ക്ലിയർ അല്ലേ? ദിസ് ഈസ് എഗെയിൻസ്റ്റ് ലോ. സോ മാങ്ങാണ്ടി പുറത്തേക്ക് വലിച്ചെറിഞ്ഞ് അപ്പോൾ നിയമപരമായി ഞാൻ 25,000 രൂപ ഫൈൻ ഈടാക്കും. അതെൻ്റെ ജ്യേഷ്ഠനാണെങ്കിലും. ക്ലിയർ ആണല്ലോ? അങ്ങനെ ആയിരിക്കണം ഒരു സെക്രട്ടറി. സോ യു ഹാവ് ദ ലീഗൽ പവേഴ്സ്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ചുമതല എന്താണെന്നുള്ളൊരു ബോധ്യം നിങ്ങൾക്ക് ഉണ്ടാവണം. അപ്പോൾ സെക്രട്ടറി ആയിട്ട് തന്നെ ഇരുന്നിട്ട് നിങ്ങളുടെ ചുമതലകളെക്കുറിച്ച് വ്യക്തമായിട്ട് ഒന്ന് ബോധ്യം ഉണ്ടാവുക. ക്ലിയർ ആയല്ലോ? സോ ഫൈൻ ഇമ്പോസ് ചെയ്യാൻ ഒക്കെ പവർഫുൾ ആയിട്ടുള്ള ആൾ ആരാണ്? സെക്രട്ടറിയാണ്. ടാക്സ് അടച്ചിട്ടുള്ള ഡിഫോൾട്ടേഴ്സിൻ്റെ അഗെയിൻസ്റ്റ് നമുക്ക് എന്തൊക്കെ ചെയ്യാം? ജപ്തി നടപടികൾ വരെ ചെയ്യാം സെക്രട്ടറിക്ക്. അപ്പോൾ ഒരു ലീഗലായിട്ടുള്ള ആക്ഷൻ അല്ല, ശരിക്കും അവിടെ പോയിട്ട് നമ്മൾ ജപ്തി ചെയ്യുന്നു, പ്രോസിക്യൂട്ട് ചെയ്യുന്നു, ഇതൊക്കെ ചെയ്യാൻ പറ്റുന്ന അധികാര സ്ഥാനമാണ് സെക്രട്ടറി എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? സോ ഇതാണ് നമ്മുടെ ചുമതലകൾ. ഇനി നമുക്ക് ഇതേപോലെ തന്നെയാണ് പഞ്ചായത്ത് മുനിസിപ്പൽ ആക്ട് ആണെങ്കിൽ സെയിം പഞ്ചായത്ത് രാജ് ആക്ടിൽ 182 പറഞ്ഞിട്ടുള്ളത്. സോ സെയിം തന്നെയാണ്. ചെറിയ ചെറിയ ഡിഫറൻസുകൾ. പഞ്ചായത്ത് ഫണ്ടാണ്, നേരത്തെ മുനിസിപ്പൽ ഫണ്ടായിരിക്കും. വേരിയേഷൻസ് ഒന്നും ഉണ്ടാവില്ല. ക്ലിയർ ആയില്ലേ? സോ മുനിസിപ്പൽ സെക്രട്ടറി ആയാലും പഞ്ചായത്ത് സെക്രട്ടറി ആയാലും ഉള്ള ഫങ്ഷൻസ് ഇതൊക്കെയാണ്. പ്രസിഡന്റിനെ സപ്പോർട്ട് ചെയ്യാനൊക്കെ ഏത് സാഹചര്യത്തിലും പ്രസിഡന്റിന് നിയമപരമായിട്ട് ഉപദേശം കൊടുക്കാനുള്ള ചുമതലയുള്ള ആളാണ് സെക്രട്ടറി. എവറിത്തിങ് അബൌട്ട് സംതിങ് ദാറ്റ് ഈസ് മുനിസിപ്പൽ ആക്ട് ആൻഡ് പഞ്ചായത്ത് രാജ് ആക്ട് ആൻഡ് ഭരണഘടന ആൻഡ് ഓൾ, അതിനെക്കുറിച്ച് എല്ലാം അറിഞ്ഞിരിക്കുന്നു. ആൻഡ് സംതിങ് അബൌട്ട് എവറിത്തിങ് വൈ ഇറ്റ് ഈസ്. നിങ്ങളുടെ ഓഫീസിൽ വന്നിട്ട് നിങ്ങളുടെ വകുപ്പുമോ നിങ്ങൾ ഈ പറഞ്ഞ പുസ്തകത്തിലോ പെടാത്ത കാര്യങ്ങളും നിങ്ങളോട് ചോദിക്കും. അത് എവിടെ ആയിരിക്കണം എന്നുള്ളൊരു ചെറിയ വിവരമെങ്കിലും നമുക്ക് ഉണ്ടായിരിക്കണം. മനസ്സിലായോ? ഇപ്പോൾ ഒരു സ്ഥലം രജിസ്റ്റർ ചെയ്യുന്ന കാര്യമായിട്ട് വരികയാണ് ഒരാൾ. സാറേ എനിക്ക് എൻ്റെ ഒരു 10 സെൻറ്റ് ഭൂമിയുണ്ട്, ഞാനത് എൻ്റെ വീടിൻ്റെ തൊട്ടടുത്തുള്ള രമേശന് കൊടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്, അതെങ്ങനെയാണ് രജിസ്റ്റർ ചെയ്യേണ്ടതെന്ന് നിങ്ങളുടെ മുന്നിൽ വന്ന് ചോദിച്ചാൽ അത് ഇവിടെ ഇല്ല എന്ന് പറഞ്ഞ് തിരിച്ച് പറഞ്ഞേക്കണോ? അത് നിങ്ങൾ ചെയ്യേണ്ടത് രജിസ്ട്രേഷൻ വകുപ്പിലാണ്. ഇന്ന സ്ഥലത്ത് ഇന്ന രീതിയിൽ ചെയ്യണം എന്നുള്ള ഒരു ചെറിയ ചിത്രം നിങ്ങൾക്ക് വേണോ വേണ്ടയോ? യെസ് ഓർ നോ? വേണം. അതുകൊണ്ടാണ് സംതിങ് അബൌട്ട് എവറിത്തിങ്. അങ്ങനത്തെ ഒരാളായിരിക്കണം ആര്? സെക്രട്ടറി. ക്ലിയർ അല്ലേ? അങ്ങനെ ആവണമെങ്കിൽ നമുക്ക് എന്ത് വേണം? നമ്മൾ എവിടുന്ന് തുടങ്ങണോ? എവിടെ തുടങ്ങണം? അങ്ങനെ ഞാനൊരാളാവണമെങ്കിൽ ആദ്യം പുസ്തകങ്ങളൊക്കെ പഠിക്കണ്ടേ? വേണം. യെസ് ഓർ നോ? വേണം. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ആദ്യം പഠിക്കേണ്ട സംഭവം ഏതാ? കറക്റ്റ്. നമ്മുടെ ഇന്ത്യയുടെ ഭാരതത്തിൻ്റെ സംവിധാനം, ദാറ്റ് ഈസ് കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ. കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ കൃത്യമായിട്ട് നമുക്ക് അറിഞ്ഞിരിക്കണം. കാരണം ഭരണഘടന അറിയാതെ നമുക്കൊന്നും ചെയ്യാൻ പറ്റൂല. ക്ലിയർ അല്ലേ? സോ അതെവിടെ കിട്ടും? ഇതെല്ലാം നിങ്ങളുടെ മുകളിൽ കിട്ടും. നിങ്ങൾ പുസ്തകം പണ്ടൊക്കെ ഈ പുസ്തകം തെരഞ്ഞു പോകണം, പുസ്തകം ഇവിടെ കിട്ടും. ഭയങ്കര കഷ്ടമായിരുന്നു. ഇതിപ്പം നിങ്ങൾ തമിഴനാണോ കന്നഡയാണോ ആരാണെന്ന് നോക്കേണ്ട ആവശ്യമില്ല. യു വിൽ ഗെറ്റ് എവറിത്തിങ് ഓൺ യുവർ മൊബൈൽ ഫോൺ. ജസ്റ്റ് ഇത് അവിടെ ക്ലിക്ക് ചെയ്താൽ ചിലപ്പോൾ നാവിഗേറ്റ് ചെയ്ത് എന്താണെന്നറിയില്ല. ഇതാ ഇന്ത്യയുടെ ഭരണഘടന എല്ലാ ഭാഷയിലുണ്ട്. എത്ര പേര് മലയാളത്തിൽ ഭരണഘടന കണ്ടിട്ടുണ്ട്? ഒന്ന് കൈപൊക്കിയേ. മലയാളത്തിലെ ഇന്ത്യൻ ഭരണഘടന കണ്ട ആൾക്കാർ ആരുമില്ല. ഒരാൾ കണ്ട്. ഓക്കെ, വെരി ഗുഡ്. എനിവേ,
കന്നഡയിലും ഉറുദുവിലും തമിഴിലും ഒക്കെ ഭരണഘടന ഇതിൽ അവൈലബിൾ ആണ്. ഇത് പോയിട്ട് നിങ്ങൾ വേറെ കാരണം ഇന്നിപ്പോൾ യൂട്യൂബിൻ്റെയും സോഷ്യൽ മീഡിയയുടെയൊക്കെ കാലമാണ്. റീച്ച് കൂട്ടാൻ വേണ്ടിയിട്ട് പല ആൾക്കാരും പല മാജിക്കും ചെയ്യും. ചാടിക്കയറി ChatGPT ചോദിച്ച് ഇതാണ് ശരിയെന്ന് വിചാരിക്കരുത്. ChatGPT ആയാലും ജെമിനി ആയാലും ഒക്കെ നിങ്ങൾക്ക് ഉത്തരം തരുന്നത് ആ ഇൻ്റർനെറ്റിലൂടെ കെറ്റിവിടുന്ന സാധനങ്ങളെ നിങ്ങൾക്കറിയോ ജനറേറ്റീവ് ആയി. ഞാൻ ടെക്നോളജി കയറി കഴിഞ്ഞാൽ പിന്നെ എന്നെ നിർത്താൻ പറ്റാത്ത രീതിയിൽ പോയി പോകും. അതുകൊണ്ട് ഞാൻ അങ്ങോട്ട് പോകുന്നില്ല. എനിവേ ജെമിനി, ChatGPT, കോപ്പൈലറ്റ് ഒക്കെ ഉപയോഗിച്ച് ഇപ്പം അല്ലേ ഗ്രോക്കറിയില്ലേ ഇത്രയും കാര്യങ്ങളൊക്കെ ഉപയോഗിച്ച് നമ്മൾ നമ്മുടെ കാര്യങ്ങളൊക്കെ ചെയ്യും. അതാണ് ശരി എന്ന് വിചാരിക്കരുത്. അതിലൊരുപാട് മിസ്റ്റേക്സ് കണ്ട ഒരാളാണ് ഞാൻ. ആ മിസ്റ്റേക്സ് പഠിച്ച് മുന്നോട്ട് പോരുത്. അതിനെ ആശ്രയിക്കേണ്ടെന്നല്ലേ പറയുന്നത്. യു ക്യാൻ യൂസ് ഇറ്റ്. നിങ്ങളിപ്പോൾ കണ്ട ആ പഞ്ചായത്ത് സെക്രട്ടറി ആരാന്നറിയോ? നിങ്ങളെവിടെയും കണ്ടിട്ടുണ്ടോ അവരെ? സ്റ്റാർട്ടിങ്ങിൽ ഒരു സെക്രട്ടറി കണ്ടില്ലായിരുന്നോ? അത് AI ആണ്. ഞാൻ സ്വന്തം വരച്ചതാണ്. ഓക്കെ, സോ ഇറ്റ് ഇസ് വെരി ഈസി, ദാറ്റ് മച്ച് ക്ലിയർ, ദാറ്റ് മച്ച് ഡിസ്ക്രിപ്റ്റീവ്. ആ വ്യക്തിയെ കണ്ടു കഴിഞ്ഞാൽ ഒരു ഒറിജിനൽ അല്ല നിങ്ങൾക്ക് ആർക്കും തോന്നുമോ? ആർക്കും തോന്നില്ല. സോ ദാറ്റ് ഈസ് ഈസി, ദാറ്റ് മച്ച് ഈസി. ഇന്നത്തെ കാലത്ത് നമുക്കൊരു പിക്ചർ വരയ്ക്കാം. ഇതൊക്കെ നിങ്ങൾക്കറിയാം. എൻ്റെ ഇവിടുത്തെ ടോപ്പിക്ക് പെട്ടതല്ല, അതുകൊണ്ട് നിങ്ങൾ പഠിക്കുക. വീഡിയോ ആക്കി നിങ്ങൾ സെക്രട്ടറി സംസാരിക്കുന്നതായിട്ട് വരെ നിങ്ങളുടെ മുന്നിൽ വന്നിട്ട് ആക്കാൻ ഇന്ന് പറ്റും. ഈ ആർട്ടിക്കിളൊക്കെയാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. എവിടെ? നമ്മുടെ ഭരണഘടനയിൽ. നിങ്ങൾ ആദ്യം പറഞ്ഞു ഫോർമേഷൻ 243 അല്ലേ? സോ ഈ ആർട്ടിക്കിള് ഒന്ന് ഇരുത്തി വായിച്ചു നോക്കുക. ബാക്കി മൊത്തം വായിക്കണം. ബിക്കോസ് അവിടെ ഓരോ പൗരൻ്റെയും അവകാശങ്ങൾ തൊട്ട് താഴോട്ട് എഴുതി പോന്നിട്ടില്ലേ? ഇനി ഇത് മതിയോ? ഓക്കെ, ഭരണഘടന ഫസ്റ്റ് ഓഫ് ഓൾ. അപ്പോൾ ഭരണഘടനയിൽ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഇങ്ങ് ഓടിച്ച് വായിച്ച് നോക്കണം, കൃത്യമായി മനസ്സിലാക്കണം. ഇവിടെ എത്തുമ്പോൾ ഒന്നും കൂടി വായിച്ചു നോക്കണം. ക്ലിയർ ആണല്ലോ? അപ്പോൾ നാളെ മോക്ക് ഇൻ്റർവ്യൂവിൽ 243 ZD എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പറയേണ്ടി വരും. ചോദിക്കാം. എന്താ അവർ ചോദിക്കുക എനിക്കറിയില്ല. നിങ്ങളെ മോക്ക് ഇൻ്റർവ്യൂ അല്ല, നിങ്ങൾ ഒറിജിനൽ ഇൻ്റർവ്യൂ നടത്തേണ്ട PSC അല്ലേ? അത് അവർക്കേ അറിയൂ ചോദ്യങ്ങൾ എന്താണെന്നുള്ളത്. പക്ഷെ നമ്മൾ ആഗ്രഹിക്കുന്ന പ്രതീക്ഷിക്കുന്ന ഏരിയകൾ ഇതൊക്കെയാണ്. കാരണം നിങ്ങളുടെ പഞ്ചായത്ത് സെക്രട്ടറി അല്ലേ. എനിവേ ഇപ്പം എന്താണ് 243G എന്ന് പറയുന്നത്? പവേഴ്സ്, അതോറിറ്റി ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് ഓഫ് ദി പഞ്ചായത്ത്. പഞ്ചായത്ത് എന്ന് പറഞ്ഞ ചെറിയ സാധനമാണോ? നിങ്ങൾ ഈ കേരളത്തിലെ പഞ്ചായത്ത് ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള പഞ്ചായത്താണ്. പഞ്ചായത്ത് കണ്ട എത്ര പേരുണ്ട്? പഞ്ചായത്ത് എന്ന സീരീസ് കണ്ട എത്ര പേരുണ്ട്? അതൊക്കെ അടിപൊളിയാണ്, സൂപ്പർ. കണ്ടല്ല? എന്ത് തോന്നി? അത് ഉത്തർപ്രദേശിലൊരു പഞ്ചായത്താണ്. അത് സെക്രട്ടറിയാണ് അല്ലേ? അവിടെ ഒരു സർപഞ്ച് ഉണ്ടാവും. ഒരു പഞ്ചായത്ത് സെക്രട്ടറി ആളെ സഹായിക്കാനായിട്ടുള്ള 1-2 ആൾക്കാർ. അതാണ് ആ പഞ്ചായത്ത്. ഇവിടുത്തെ പഞ്ചായത്ത് എങ്ങനെയാടാ? സെക്രട്ടറി ഉണ്ടാവും, അപ്പുറത്ത് പ്രോജക്റ്റ് അസിസ്റ്റൻസ്, ഇപ്പുറത്ത് TA, അവിടെ കുടുംബശ്രീ, ഇപ്പുറത്ത് പിന്നെ NGNREGs തുടങ്ങി ഒരു വലിയ ബറ്റാലിയൻ, പ്ലസ് പഞ്ചായത്ത് സെക്രട്ടറിയുടെ ജീവനക്കാർ, മെമ്പർമാർ, വിവിധ വകുപ്പിലെ വിവിധ ഉദ്യോഗസ്ഥർ. ഒരു വലിയ ടീമാണ് ഇവിടെ പഞ്ചായത്തും പഞ്ചായത്ത് സെക്രട്ടറി എന്ന് പറയുന്നത്. അപ്പം നിങ്ങൾ ചെറിയ ആൾക്കാരല്ല. അവിടെ അയാൾ ആ മനുഷ്യൻ്റെ അവസ്ഥ ക്ലിയറായിട്ട് നമുക്ക് കാണിച്ചു തന്നിട്ടുണ്ട്. ആ പഞ്ചായത്ത് എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ അത് തന്നെയാണ്. ഞാനും പലപ്പോഴും ഇങ്ങനെ മറ്റ് സംസ്ഥാനങ്ങളിലൊക്കെ പോയിട്ടുണ്ട്. കാരണം ഡെവല്യൂഷൻ കറക്റ്റായിട്ട് അവർ നടത്തിയിട്ടില്ല. I was the nodal officer here for Devolution Index Award. 2 വർഷവും ഞാൻ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രിയായിരുന്നു നരേന്ദ്രമോദി സർ. അദ്ദേഹമാണ് നമുക്ക് അവാർഡ് തന്നത്. ഞാൻ പോയി കേരളത്തിന് വേണ്ടിയിട്ട് അവാർഡ് മേടിച്ച് വന്നിട്ടുണ്ട്. അതിനൊക്കെ അങ്ങ് കയ്യടി തരാം. 2 തവണ ഫസ്റ്റ് ആയിരുന്നു നമ്മൾ. ഓക്കെ, 1ാം സ്ഥാനം നമുക്കായിരുന്നു. ഈ എന്തിന്? ഡെവല്യൂഷൻ ഇൻഡെക്സ്. ഇതുപോലെ നാഷണൽ ഇ ഗവേണൻസ് അവാർഡും 2 തവണ നമ്മൾ നേടിയിട്ടുണ്ട്. ഇപ്പോൾ ഇന്ന് പുതിയ സംസ്ഥാനങ്ങൾ വന്നപ്പം പഴയത് കൊടുത്ത ആൾക്കാരായതുകൊണ്ട് അവരോട് നിൽക്കട്ടെ എന്ന് പറഞ്ഞിട്ടാണ് മറ്റുള്ളവർ കൊടുക്കുന്നത്. മനസ്സിലാവുന്നുണ്ട്? അല്ലെങ്കിൽ നമുക്ക് തന്നെ തരണം. പോട്ടെ, നമ്മളെന്തായാലും ചോദിച്ചു വാങ്ങാനും പോകുന്നില്ല. ഇപ്പോൾ ഡെവല്യൂഷൻ ഇൻഡെക്സിൽ ഇതുവരെ നമ്മളെ കവർ ചെയ്യാൻ ആരും എത്തിയിട്ടില്ല. ഇങ്ങനെ ഡിവോൾവ് ചെയ്തുകൊണ്ടാണ് നമുക്കിവിടെ ഇത്രയും പവർഫുള്ളായിട്ടൊരു പഞ്ചായത്ത് രാജ് സിസ്റ്റം
വന്നിട്ടുള്ളത്. അതുകൊണ്ട് മാത്രമാണ്. ക്ലിയർ ആണോ? ഇതേപോലെ തന്നെ മുനിസിപ്പാലിറ്റിയുടെയും പവേഴ്സ് പറഞ്ഞിട്ടുണ്ട്. മുനിസിപ്പാലിറ്റിയും ഈ പവർ എവിടെയാണ് എഴുതി വച്ചിരിക്കുന്നത്? ഭരണഘടനയെ തന്നെ എഴുതി വെച്ചിട്ടുണ്ട്. ഇതാണ് നിങ്ങളുടെ പവർ. യു ആർ പവർഫുൾ. 73, 74 ഭരണഘടനാ ഭേദഗതി ഓർമ്മയുണ്ടല്ലോ. സോ അതിലൂടെ എഴുതി വെച്ചിട്ടുണ്ട് നിങ്ങൾ ഇത്രയും പവർഫുൾ ആണ്. യു ക്യാൻ ആൻഡ് യു ഷുഡ് ഡു ദീസ് തിങ്സ്. ക്ലിയർ അല്ലേ? സോ അവർ ചെയ്യേണ്ട കാര്യങ്ങൾ ഇത് പറയുന്നുണ്ട്. ഞാൻ ഈ പറഞ്ഞു തരുന്ന കാര്യങ്ങൾ മാത്രമല്ലേ നിങ്ങൾ പഠിക്കേണ്ടത്, ഇതിനെ വൈഡറായിട്ട് വായിക്കണം. പക്ഷേ ക്രക്സ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ മാത്രം ഞാൻ ഇവിടെ പ്രദർശിപ്പിക്കുന്നത് മാത്രം. പഞ്ചായത്ത് രാജ് ആക്റ്റും അതിന് അലീഡ് ആക്ട്സ് ആയിട്ട് ഒരുപാട് ആക്റ്റുകളുണ്ട്. ഹെൽത്ത് ആക്ട്, ഇങ്ങനെ ഒരുപാട് ആക്റ്റുകളുണ്ട്. ഇതെല്ലാം പഠിക്കണം. ക്ലിയർ ആവുന്നുണ്ടോ? മതിയോ? ഞാൻ ആക്ട് റൂള് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. മതിയാ? പിന്നെന്താ വേണ്ടത് പറ. ഏറ്റവും പ്രധാനമായിട്ടുള്ള മറ്റൊരു കാര്യം എന്തായിരിക്കും ഇതിൽ? ബൈലോസ് ഉണ്ടാവും. ഓരോ പഞ്ചായത്തുകൾക്കൊക്കെ ഉണ്ടാകും ബൈലോസ് ഉണ്ടാവും. ഇതല്ലാതെ എന്താ ഉള്ളത്? അറിയണം. ഓക്കെ, നമ്മൾ പഞ്ചായത്തിനെ അറിയണം. ഓക്കെ, അതിനപ്പുറത്തേക്ക് ഈ പറഞ്ഞ ആക്ട് റൂള് പോലെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം കൂടി ഉണ്ട്. എന്താ? ഓക്കെ, അതൊക്കെ ഡിഫറെൻറ്റ് ഗവൺമെൻറ് സ്കീം. ഓക്കെ, അതിനേക്കാൾ ഇതിന് ഈക്വലൻ്റ് ആയിട്ട് വരുന്ന മറ്റൊരു സാധനമുണ്ട്. അമെൻമെൻറ്റ്സ് അറിയണം. പിന്നെ ഉത്തരവുകൾ അറിയണം. ഓക്കെ, ഗുഡ്. ഇനി നിങ്ങളടുത്തുനിന്ന് വരണം. ഇതല്ലാതെ ടെക്നോളജിക്ക് ഓഫ് കോഴ്സ് അറിയണം. റൂൾസ് റെഗുലേഷൻ ഒക്കെ പറഞ്ഞു. ഓക്കെ, നീഡ്സ് ഓഫ് ദ പീപ്പിൾ ഒക്കെ വേണം. എന്നാലും കൺവെൻഷൻസ് അറിയണം. ഓക്കെ, ഇതുപോലെ ഞാൻ ഈ ഡോക്യുമെൻ്റ് ബേസ് ആണ് പറഞ്ഞത്. അപ്പം ഭരണഘടന പറഞ്ഞു, പഞ്ചായത്ത് രാജ് ആക്ട്, മുനിസിപ്പൽ ആക്ട് ഒക്കെ പറഞ്ഞു. അതൊക്കെ ഉണ്ടാവും. STG ഗോൾസ് ഒക്കെ, അതെല്ലാം ഡിഫറെൻ്റ്. അതിനപ്പുറത്തേക്ക് ഇതുപോലെ ഈക്വലൻ്റ് ആയിട്ട് വരുന്ന മറ്റൊരു കാര്യം, സുപ്രീം കോടതി ഒരു കാര്യം പറയാണ്, മോനെ നീ ഇങ്ങനെ ചെയ്തിരിക്കണം എന്ന്. കേൾക്കണ്ടേ? സോ കോർട്ട് വേർഡിക്ട്സ് ആൻഡ് ജഡ്ജ്മെൻറ്റ്സ് നിർബന്ധമല്ലേ? കോർട്ട് വേർഡിക്ട്സ് ആൻഡ് ജഡ്ജ്മെൻറ്റ്സ് വളരെ പ്രധാനമാണ്. ഇതുപോലെ കറക്റ്റ് നിങ്ങൾ ആൻസർ ചെയ്യുന്ന വിചാരിച്ചത്. പരീക്ഷ എഴുതി പാസ്സായി വന്ന് കുത്തിരിക്കുക. ഓക്കെ, വേർഡിക്ട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ പ്രധാനപ്പെട്ടല്ലേ? അപ്പോൾ കോടതി പറയാണ് ഇയാൾക്ക് ഇവിടെ, അല്ലെങ്കിൽ ഒരു പൊതുവായിട്ടുള്ള കാര്യമാണ് കോടതി ചിലപ്പം പറയാം, നിങ്ങൾ ഇത്ര ശതമാനം ടാക്സ് ഈടാക്കാൻ പറ്റൂ എന്ന് പറഞ്ഞാൽ അത് തന്നെയാണ്. ഇതാണോ അതാണോ? ഏതാണ് വരിക? പഞ്ചായത്തിനോട് പറഞ്ഞ് എല്ലാ റോഡുമേലുള്ള ബോർഡ് എടുക്കണം. ബോർഡ് എടുത്തില്ലേ സെക്രട്ടറിൻ്റെ കയ്യിൽ നിന്ന് 5000 രൂപ പിടിക്കും. ബോർഡ് എടുക്കണ്ടേ? സെക്രട്ടറി പോവും, ബോർഡ് എടുക്കും. കാരണം അതൊരു നിയമം പോലെ ആര് പറഞ്ഞിരിക്കുകയാണ്? കോടതി പറഞ്ഞിരിക്കുകയാണ്. ഒരു രക്ഷയില്ല. ക്ലിയർ ആവുന്നുണ്ടോ? യെസ് ഓർ നോ? ബോർഡ് എടുക്കാൻ പേടിക്കണ്ട. അത് ബോർഡ് എടുക്കാൻ നിങ്ങളുടെ കൂടെ ആൾക്കാരൊക്കെ ഉണ്ടാവും. ഇതൊക്കെ പോയിട്ട് എടുക്കണം. വേറെ കുറേ കാര്യം നിങ്ങൾക്ക് പറയാണ്ട്. സെക്രട്ടറി ആയി കഴിഞ്ഞാൽ വെട്ടിപ്പതി പണിയൊക്കെ ഉണ്ടാവും. വെറുതെ ഇരുന്നിട്ട് ചില ചെറിയ ചെറിയ പഞ്ചായത്തുകളൊക്കെ ഉണ്ടാവും. അവിടെ വലിയ വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. എന്നാലും അത്യാവശ്യം ഞാൻ താമരശ്ശേരി ഗ്രാമപഞ്ചായത്തിൻ്റെ സെക്രട്ടറി ആയിരുന്നു. എൻ്റെ വീട് അവിടുന്ന് 1 കിലോമീറ്റർ അകലത്തിലാണ് എൻ്റെ വീട്. എൻ്റെ വൈഫിനോട് ഞാൻ പലപ്പോഴും ചോദിച്ചിട്ട് ഒറ്റ ചോദ്യമേ ഉള്ളൂ. അവളിപ്പോഴും എന്നോട് തിരിച്ച് പഞ്ചായത്തിലേക്ക് വരാൻ പറയും. ഞാൻ ഈ 3 കൊല്ലത്തിനിടയ്ക്ക് എത്ര ദിവസം നിൻ്റെ അടുത്ത് വന്ന് ഉച്ചയ്ക്ക് ഊണ് കഴിച്ചിട്ടുണ്ടെന്ന് ചോദിക്കും. പിന്നെ മിണ്ടൂല. കാരണം ആ ഉച്ചയ്ക്ക് ഊണ് കഴിക്കാൻ പോലുള്ള സമയം അവിടെ ലഭിക്കില്ല. പേടിക്കണ്ട കേട്ടോ. ഇന്ന് നിങ്ങൾക്ക് വേണ്ടിയിട്ട് തിരുവനന്തപുരത്ത് നിന്ന് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കെ സ്മാർട്ട് പോലെയുള്ള ഈസി ആയിട്ട് ആക്സസ് ചെയ്യാവുന്ന തരത്തിൽ സിറ്റിസൺ തന്നെ നിങ്ങളുടെ അടുത്തേക്ക് വരാതെ പരമാവധി പ്രോസസ്സ് ചെയ്യാവുന്ന സംവിധാനത്തിലേക്ക് നമ്മൾ മാറാനുള്ള ശ്രമമാണ്. ഒരു സുപ്രഭാതത്തിൽ ഇതൊന്നും ഉണ്ടാവില്ല അല്ലേ? കുറച്ച് വലിയ ടാസ്ക് അതിനുവേണ്ടി ചെയ്തുകൊണ്ടിരിക്കുന്നു. മനസ്സിലായോ? ഈ 2 പുസ്തകങ്ങൾ നിർബന്ധമായിട്ടും നിങ്ങൾ ഫുള്ളായിട്ട് വായിച്ചിരിക്കണം. ഇൻഡെക്സ് മാത്രം നോക്കിയാൽ പോരാ, ഇൻഡെക്സിൻ്റെ ഉള്ളിലുള്ള കാര്യം പോലും നോക്കിയിരിക്കണം. ഇൻ്റർവ്യൂവിന് പോകുമ്പോൾ എന്ത് ചോദ്യവും എവിടുന്നും ആരും ചോദിക്കാം. മനസ്സിലാകുന്നുണ്ടോ? നിങ്ങൾ പഠിച്ചു കഴിഞ്ഞിട്ട് നിങ്ങൾ പഞ്ചായത്ത് സെക്രട്ടറിയായിട്ട് പോയിരുന്നാലേ, ഞാൻ ഇവൻ്റെ പോലെ ആദ്യം ക്ലർക്ക്, ഞാൻ പറഞ്ഞ ഐ വാസ് എ ടീച്ചർ. ടീച്ചർ ഷുഡ് ബി എന്ന് ഞാൻ പഠിച്ചൊരു കാര്യമാണ്. ടീച്ചർ ഷുഡ് ബി എ ഫ്ലോയിങ് റിവർ റാദർ ദാൻ എ സ്റ്റാഗ്നൻറ്റ് പോണ്ട് അല്ലേ?
അങ്ങനെയായിരുന്നു ഞാനന്ന് ടീച്ചറായത്. അപ്പോൾ ഫിസിക്സ് ടീച്ചറായിരുന്നു ഞാൻ. ഫിസിക്സ് എന്ന് പറയുന്നത് നിങ്ങൾക്കറിയില്ലേ, ഈ ഭൂമിയിൽ ഇതാ നീ അവിടെ ഇരിക്കുന്നുണ്ടെങ്കിൽ അത് ഫിസിക്സ് ഉള്ളതുകൊണ്ടാണ് എന്നാണ് ഞാൻ എൻ്റെ കുട്ടികൾ പഠിപ്പിച്ചത്. ഫ്രിക്ഷനിൽ അവൻ ഇരിക്കാൻ പറ്റുക? ഫ്രിക്ഷൻ ഇല്ലെങ്കിൽ അവൻ അങ്ങ് പോകും, അവനെ ഊതിയാൽ മതി പോരെ. സോ ഫ്രിക്ഷൻ, വാട്ട് ഈസ് ഫ്രിക്ഷൻ? ഇപ്പം ഞാൻ ചോദിക്കണോ? ഫിസിക്സ് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ കുറേ അങ്ങ് പോയി പോകും. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സബ്ജക്റ്റും കൂടിയാണ്, അതുകൊണ്ടാണ്. ഓക്കെ, എനിവേ ഈ ലോകം എന്താ, കുട്ടി വെള്ളം കുടിച്ചുകൊണ്ടിരിക്കുന്നു. H2O അല്ലേ? എങ്ങനെയാണ് H2O? ആ കുടിക്കണമെങ്കിൽ ഇവിടെ നമ്മൾ ഫോഴ്സ്, എന്താണ് ബലം എന്നൊക്കെ പഠിക്കുമ്പോൾ നമ്മളത് പ്രാക്ടിക്കലായിട്ടാണ് പഠിച്ച് പോരുന്നത്. അതുകൊണ്ട് ഒരിക്കലും നമ്മളോട് മറന്നില്ല. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങളുടെ പുസ്തകം, അത് പറയാനാണ് ഞാൻ പറഞ്ഞത്, പ്രാക്ടിക്കലായി ചിന്തിച്ചുകൊണ്ട് ഈ 2 ബുക്കുകളും നോക്കണം. ഏത് 2 ബുക്ക്? മുനിസിപ്പൽ ആക്റ്റും പഞ്ചായത്ത് രാജ് ആക്റ്റും. അത് പഠിച്ച് അവിടെ ബലം പ്രയോഗിച്ചിരിക്കാനല്ല പറഞ്ഞത്, അത് പഠിച്ചുകൊണ്ട് ജനങ്ങൾക്ക് എങ്ങനെ സേവനം നിയമപരമായിട്ട് ഈസി ആയിട്ട് കൊടുക്കാൻ പറ്റും എന്നാണ് നിങ്ങൾ നോക്കേണ്ടത്. അല്ലാതെ കൊടുക്കാൻ പറ്റില്ല എന്ന് നോക്കുന്ന ഒരു സെക്രട്ടറി ഒരിക്കലും ആവാൻ പാടില്ല. എങ്ങനെ ഈ സർവീസ് കൊടുക്കാൻ പറ്റും? ഒരു പക്ഷേ നമുക്ക് തീരെ കൊടുക്കാൻ പറ്റാത്തതായിരിക്കും, അപ്പം അവിടെ നോ തന്നെ പറയണം. യെസ് പറഞ്ഞുകൊണ്ട് സ്നോ പറയാൻ പാടില്ല. ക്ലിയർ ആവുന്നുണ്ടോ? അപ്പോൾ അവിടെ നിങ്ങൾ ഈ കെട്ടിടം ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നത് ഡാറ്റാ ബാങ്കിൽ ഉൾപ്പെട്ട ഒരു സ്ഥലത്താണ്. അതുകൊണ്ട് ഇത് തണ്ണീർത്തടത്തിൽ പറ്റുമോ? അപ്പോൾ നിലവിലുള്ള നിയമം അനുസരിച്ച് നിങ്ങൾക്ക് അവിടെ ഈ കെട്ടിടം ഉണ്ടാക്കാൻ പറ്റില്ല എന്ന് അദ്ദേഹത്തെ ബോധ്യപ്പെടുത്തി കൊടുക്കണം. അവിടെ പറ്റുമോ പറ്റൂലേ എന്ന് പറയാൻ പാടില്ല. ക്ലിയർ ആണല്ലോ? സോ അപ്പം നിങ്ങൾ നോ പറയുന്ന ഒരു ഉദ്യോഗസ്ഥനാണെങ്കിൽ നിങ്ങളെ ഇഷ്ടപ്പെടാത്തവരും ഉണ്ടാകും. ക്ലിയർ ആവുന്നുണ്ടോ? അവിടെ നോയിനെ പോസിറ്റീവ് ആക്കാൻ ശ്രമിക്കുന്ന ചില നെഗറ്റീവ് ഏജൻസികൾ വരും. മഹാത്മാഗാന്ധി, ബഹുമാനപ്പെട്ട അദ്ദേഹത്തിൻ്റെ നമ്മളിപ്പോൾ ഇങ്ങനെ സംസാരിക്കുന്നതിന് കാരണം വരാം മഹാത്മാവ് തന്നെയല്ലേ. നമുക്ക് സ്വാതന്ത്ര്യം നേടിത്തന്ന അദ്ദേഹത്തിൻ്റെ ചിത്രമടിച്ചൊരു സാധനമുണ്ട് നമ്മുടെയൊക്കെ കയ്യിൽ. നമ്മുടെ എല്ലാം വ്യതിചലിപ്പിക്കുന്നു. ഒരിക്കലും അതിനുള്ളൊരു സാഹചര്യം ഉണ്ടാക്കരുത്. സെക്രട്ടേറിയറ്റ്, ക്ലിയറായോ പറഞ്ഞത്? സോ നമ്മളിങ്ങനെ പറഞ്ഞു വന്ന് ഇനി സോറി ഇങ്ങനെ തൊട്ടാ കൊച്ചെ പഞ്ചായത്ത് എന്താണ്, മുനിസിപ്പാലിറ്റി എന്താന്നൊക്കെ പഠിച്ചു അല്ലേ? സെക്രട്ടറി ആരാന്ന് പഠിച്ചു, സെക്രട്ടറിയുടെ ചുമതല എന്താന്ന് പഠിച്ചു. ഓക്കെ ആണോ? ഇനി ഈ പഞ്ചായത്തിൻ്റെ ചുമതല എന്താന്ന് പഠിക്കണ്ടേ? യെസ് ഓർ നോ? മുനിസിപ്പാലിറ്റിയുടെ ചുമതല എന്താ? നിങ്ങൾ ഓക്കെ അല്ലേ? എന്താണ് പഞ്ചായത്തിൻ്റെ അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റിയുടെ ചുമതല? അത് എങ്ങനെയാണ് ഡിവൈഡ് ചെയ്ത് വെച്ചിരിക്കുന്നത്? പഞ്ചായത്തിൻ്റെ ചുമതല അത് വിഭജിച്ചിരിക്കുന്നത് 3ആയിട്ടാണ്. നിങ്ങൾ ഇങ്ങോട്ട് പറയുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ആദ്യത്തെ എന്ത് ചുമതലയാ? യെസ്, അനിവാര്യ ചുമതല. നിർബന്ധമായിട്ടും അവർ തന്നെ ചെയ്യണം അത്. രണ്ടാമത്തത് എന്താ? പൊതുവായ ചുമതല, ജനറൽ ഫങ്ഷൻസ്. മൂന്നാമത്തത് എന്താ? മേഖലാതല ചുമതല. ഇങ്ങനെ 3ആയിട്ട് ചുമതലകളെ തിരിച്ചു വെച്ചിട്ടുണ്ട്. ഈ ചുമതല പഞ്ചായത്ത് രാജ് ആക്ടിലെ എത്രാമത്തെ പട്ടികയിലാണ് എഴുതി വെച്ച്? പഞ്ചായത്തിൻ്റെ ആണ് എത്രാമത്തെ പട്ടികയാണ്? 3ആം പട്ടിക. ദെൻ പിന്നെ മുനിസിപ്പാലിറ്റി ആണെങ്കിലോ? മുനിസിപ്പാലിറ്റിയിൽ എത്രാമത്തെ പട്ടികയായിട്ട് എഴുതി വെച്ചിരിക്കുന്നത് മുനിസിപ്പൽ ആക്ടിൽ? ഇതൊക്കെ പരീക്ഷ പാസ്സായി വന്ന കുട്ടികളാണ് നിങ്ങൾ. എന്താടോ എത്രാമത്താ? 1 അല്ലേ? മറ്റേത് ബ്ലോക്ക് പഞ്ചായത്ത് ആണെങ്കിൽ 4ആം പട്ടിക, ജില്ലാ പഞ്ചായത്ത് ആണെങ്കിൽ 5ആം പട്ടികയൊക്കെ ആയിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. അപ്പം അത് ആ പട്ടികയിൽ പറഞ്ഞ കാര്യങ്ങൾ പഠിക്കുന്നതോടൊപ്പം നിങ്ങളുടെ മനസ്സിലൊരു ബോധ്യം വേണം, ഇത് ഞാൻ എക്സിക്യൂട്ട് ചെയ്യേണ്ട ചുമതലയാണ്. പഞ്ചായത്തിന് വേണ്ടിയിട്ട് ഇത് മാൻഡേറ്ററി ആയിട്ട് ചെയ്യാൻ അധികാരപ്പെട്ട ആളാരാ? സെക്രട്ടറി അല്ലേ? സോ സെക്രട്ടറി വിൽ ബി
such a person. ആ വികസന സെമിനാറിൽ ഈ കിട്ടിയിരിക്കുന്ന എല്ലാ ഡിമാൻഡുകളും ഈ പറഞ്ഞ പോലെ സബ്ജക്റ്റ് തലത്തിൽ തന്നെ പരിശോധിച്ചിട്ട് പ്രയോറിറ്റൈസ് ചെയ്തിട്ട് തീരുമാനിക്കണം. മനസ്സിലാകുന്നുണ്ടോ? അപ്പോൾ പഞ്ചായത്ത് മൊത്തത്തിലായി വന്നില്ലേ? നേരത്തെ ഓരോ വാർഡിലെ കാര്യങ്ങളായിരുന്നു. ഈ വാർഡിലെ കാര്യങ്ങൾ ഒന്നിച്ച് വികസന സെമിനാർ ചർച്ച ചെയ്തിട്ട് വലിയൊരു പിക്ചറാക്കി മാറ്റിയതിന് ശേഷമാണ് എന്ത് ചെയ്യേണ്ടത്? പദ്ധതികൾ ഉണ്ടാവേണ്ടത്. എന്നിട്ട് അന്തിമ പദ്ധതി രേഖ ആയിട്ട് ഭരണസമിതി പരിശോധിച്ച് അന്തിമ പദ്ധതി രേഖ തയ്യാറാക്കിയിട്ടാണ് പ്രോജക്റ്റുകൾ ഉണ്ടാക്കേണ്ടത്. പണ്ട് പ്രോജക്റ്റുകളൊക്കെ സുലേഖ സോഫ്റ്റ്വെയറിലായിരുന്നു ചെയ്തിരുന്നത്. ഓക്കെ, സുലേഖ സോഫ്റ്റ്വെയറിൻ്റെ പിതാവാരാണ്? ONV സാറാണ്. ONV സാറാണ് ആ പേരിട്ടിരിക്കുന്നത് കേട്ടോ, ONV കുറുപ്പ്. പക്ഷേ എൻ്റെ വൈഫിൻ്റെ പേര് ബൈ മിസ്റ്റേക്ക് ആണോ എന്നറിയില്ല, സുലേഖ എന്ന് തന്നെയാണ്. ഏറ്റവും ഇഷ്ടപ്പെട്ട, എനിക്ക് ആദ്യം ചെന്നപ്പോൾ ഇഷ്ടപ്പെട്ട സോഫ്റ്റ്വെയർ അതായിരുന്നു. അത് ആദ്യം ഏറ്റവും ബെസ്റ്റാക്കി. കാരണം നിങ്ങൾ സെക്രട്ടറി ആയിരുന്നെങ്കിൽ എൻ്റെ എക്സ്പീരിയൻസ് ഞാൻ പറയാം, പഴയ എക്സ്പീരിയൻസ് ആണ്. ഈ പ്രൊജക്റ്റുകളൊക്കെ അങ്ങനെ എഴുതണം. ഒരു വലിയ പാള ബുക്കാണ്, വലിയൊരു പുസ്തകത്തിൽ എഴുതിയിട്ട് ഇത് പെട്ടി ഓട്ടോറിക്ഷയെ കണ്ടിട്ടുണ്ടെങ്കിൽ അത്രയും പ്രോജക്റ്റുകളുണ്ടാവും. ഒരു പ്രോജക്റ്റിൻ്റെ 3 കോപ്പി വേണം. ഒരു 10-15 പേജ് ഉണ്ടാവും ഒരു പ്രോജക്റ്റ്. പഴയ ആൾക്കാർക്ക് ഇതൊക്കെ പിക്ചറിലൂടെ അങ്ങനെ ഓടി വരും. എന്നിട്ടിത് കെട്ടാക്കി കൊണ്ടുപോയിട്ട് ഇത് ഒപ്പിടിപ്പിക്കണം. മനസ്സിലാകുന്നുണ്ട്? എന്തുമാത്രം പ്രയാസമായിരുന്നു എന്നറിയത്. അതിന് അവരെ മുന്നിൽ നമ്മളിങ്ങനെ നിൽക്കണം, ഇതൊന്ന് ഒപ്പിട്ട് തരുമോ എന്നിട്ട് വേണം നമ്മുടെ പ്രൊജക്റ്റ് ആക്കാൻ. ഇന്ന് സെക്കൻഡുകൾ കൊണ്ട് നിങ്ങളുടെ കൈ കൊണ്ടൊന്നും ഒന്നും എഴുതേണ്ട കാര്യമില്ല. നിങ്ങൾക്ക് എന്താക്കാൻ പറ്റും? സുലേഖയിൽ അത് സാധിച്ച് തന്നിട്ടുണ്ട്. അതിനും കൈയടിച്ചു. നിങ്ങളതും നമ്മുടേത് തന്നെയാണ്. നിങ്ങളെ കൊണ്ട് കൈയടിപ്പിക്കൽ തന്നെയാണ് എൻ്റെ പണി. പക്ഷേ ഇന്ന് സുലേഖ ഇനി വി ആർ ചേഞ്ചിങ് ടു എ ഡിഫറെൻറ്റ് ലെവൽ ആൻഡ് ഐ ഹാവ് ഗോട്ട് എ മീറ്റിംഗ് ഓൺ 15th. അത് ഞാൻ ചെയ്ത് കഴിഞ്ഞു. ദിറ്റ് വിൽ ബി കമ്മിങ് ഇൻ കെ സ്മാർട്ട്. അത് അടുത്ത വേർഷനായിരിക്കും. അത് വേറൊരു സ്വപ്നമാണ്. അത് നടപ്പിലാക്കണം. നിങ്ങൾ എന്നോടൊപ്പം പ്രാർത്ഥിച്ചാൽ നിങ്ങൾക്ക് വിജയിക്കാം. കാരണം നേരത്തെ നമ്മളിതിനൊന്ന് GIS, എന്താ GIS എന്ന് കേട്ടിട്ടുണ്ടോ? ജിയോഗ്രാഫിക്കൽ ഇൻഫർമേഷൻ സിസ്റ്റം. എത്ര പേര് നാവിഗേഷൻ അല്ലാതെ ഈ സാധനം ഉപയോഗിച്ചിട്ടുണ്ട്? നമ്മൾ സ്വിഗ്ഗിക്കാരനും സൊമാറ്റോക്കാരനും സാധനം കൊണ്ടുവരാൻ വേണ്ടി ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന സാധനവും പിന്നെ നമ്മൾ എവിടെയും പോകുമ്പോൾ നമ്മുടെ നാവിഗേഷൻ ഉപയോഗിക്കുന്ന സാധനം മാത്രമാണ് ഇന്ന് GIS. അതിനപ്പുറത്തേക്ക് എന്തെങ്കിലും കാര്യങ്ങൾ അത് ഉപയോഗിച്ചിട്ടുണ്ടെന്ന് കൈപൊക്കിയേ. നാവിഗേഷൻ അല്ലാതെ എന്തിനാണ് ഉപയോഗിച്ചത്? സെയിൽസ് മാർക്ക് ചെയ്യാൻ. ഓക്കെ, സെയിൽസ് ഇന്ന സ്ഥലത്ത് സെയിൽസ് അദ്ദേഹത്തിൻ്റെ ജോലിയുമായി ബന്ധപ്പെട്ട് ഉപയോഗിച്ചിട്ടുണ്ട്. ഓക്കെ, സോ ഇന്ന സ്ഥലത്ത്. അപ്പം നമ്മളുടെ ലൈഫിൽ ഞാൻ എന്നാണോ ഉപയോഗിക്കുന്നത് എനിക്ക് ഓർമ്മയില്ല. ഞാൻ ഇന്ന് വരെ എവിടെയൊക്കെ പോയിട്ടുണ്ട് എന്നുള്ളത് ഇതിൻ്റെ രഹസ്യം പറയാൻ പറ്റാത്ത ആൾക്കാർ ഇത് ഓഫ് ചെയ്തിട്ടൊക്കെ വരും. നമ്മുടെ ലൊക്കേഷൻ ഇതിൽ ഓണാണെങ്കിൽ, ഗൂഗിളിന് പെർമിഷനും കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ പോയ സ്ഥലങ്ങളൊക്കെ ഇതിലുണ്ടാവും. ഞാൻ ഇത്രാം തീയതി ഇന്ന സ്ഥലത്തായിരുന്നു എന്ന് ആര് പറഞ്ഞുതരും? ഇങ്ങനെ പറഞ്ഞുതരും. അത് ഓഫ് ചെയ്തിട്ട സമയവും അതിൽ കാണാൻ പറ്റും. ഓഫ് ചെയ്യാതിരിക്കുക, അത് കറക്റ്റായിട്ട് നമ്മുടെ ട്രാക്ക് ചെയ്യപ്പെടും. സോ മെനി തിങ്സ്. അതൊന്നുമല്ല, ഇനിയിപ്പോൾ നിങ്ങളുടെ പഞ്ചായത്ത് സെക്രട്ടറി ആയിരിക്കുമ്പോൾ അതിനൊരുപാട് സാധ്യതകളുണ്ട്. അപ്പോൾ നമ്മളത് ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് ഞാൻ സമയം അനുവദിക്കുകയാണെങ്കിലൊക്കെ ഒന്ന് കാണിച്ചു തരണം എന്ന് ആഗ്രഹിക്കുന്നു. സോ ഡെവലപ്മെൻറ്റിൽ നമ്മൾ നേരത്തെ എന്തുണ്ടായിരുന്നില്ല? ഈ ഒരു GIS ഇൻ്റഗ്രേഷൻ ഇല്ലായിരുന്നു. അതുകൊണ്ട് അത്രമാത്രം ഒരു പ്രോപ്പറായിട്ടുള്ള ഒരു വാല്യുവേഷൻ കണ്ടെത്തലൊന്നും നടത്താൻ പറ്റിയിരുന്നില്ല. നമ്മളൊരു മനുഷ്യനാവണം. ആ മനുഷ്യൻ സെക്രട്ടറി ആയിരുന്നാൽ കുറച്ച് നിയമങ്ങളും ചട്ടങ്ങളും ഒന്ന് പഠിച്ചിരിക്കണമെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഡെവലപ്മെൻറ്റ് പ്രോസസ്സിൽ നമ്മൾ പറഞ്ഞു എങ്ങനെയാണ് ഒരു വികസന സെമിനാറിന് ശേഷം പദ്ധതി തയ്യാറാക്കുന്നത്. എന്നിട്ട് നേരത്തെ ഉണ്ടായിരുന്ന കാര്യങ്ങൾ ഈ സുലേഖ സോഫ്റ്റ്വെയറിൽ എൻട്രി ചെയ്ത് അത് അംഗീകാരം വാങ്ങിച്ച് അപ്രൂവ് ചെയ്ത് DPC എന്ന് പറഞ്ഞ ഒരു ബോഡിയുണ്ട്, ജില്ലാ ആസൂത്രണ സമിതി. അവിടെ വെച്ചിട്ട് അതിൻ്റെ കൺവീനർ ജില്ലാ കളക്ടറാണ്. പിന്നെ അധ്യക്ഷനായിട്ടുള്ളത് ജില്ലാ പഞ്ചായത്ത് പ്രസിഡൻറ്റുമാണ്. അവർ പരിശോധിച്ച് അംഗീകാരം കൊടുത്തു കഴിഞ്ഞാൽ DPC അപ്രൂവ്ഡായി. പിന്നെ അത് നിർവഹണം ചുമതല സെക്രട്ടറിക്കും മറ്റ് നിർവഹണ ഉദ്യോഗസ്ഥർക്കുമാണ്. ഇപ്പോൾ കാർഷിക പദ്ധതികളാണെങ്കിൽ കൃഷി ഓഫീസറാണ് നിർവഹിക്കുക. പിന്നെ പൊതുമരാമത്ത് പദ്ധതികളാണെങ്കിൽ ആരാണ്? അസിസ്റ്റൻ്റ് എഞ്ചിനീയർ ആയിരിക്കും നിർവഹിക്കുക. അങ്ങനെ ഓരോ ആൾക്കാരും അത് നിർവഹിക്കുകയാണ് ചെയ്യുക. ഇതാണ് ടോട്ടൽ ഡെവലപ്മെൻറ്റ് പ്രോസസ്സ്. ഇനിയും കുറച്ച് സ്പീഡ് പോകും, കാരണം ഉദ്ദേശിച്ച ഒരുപാട് കാര്യങ്ങളുണ്ടായിരുന്നു. നേരത്തെ സമയം ഞാൻ നോക്കാൻ വിട്ടുപോയിരുന്നു. ഓക്കെ, വെൽഫെയർ. ഓക്കെ, വെൽഫെയർ. ഇനി വെൽഫെയർ പെൻഷൻസ് നിങ്ങൾ കേട്ടിട്ടില്ലേ? ഏതൊക്കെ പെൻഷനുകളാണുള്ളത്?
വിധവാ പെൻഷൻ, വിധവകൾക്കുള്ള പെൻഷനാണ് വിധവാ പെൻഷൻ. പിന്നെ കർഷക തൊഴിലാളി പെൻഷൻ, വാർദ്ധക്യകാല പെൻഷൻ, പിന്നെ 50 വയസ്സ് കഴിഞ്ഞ അവിവാഹിതരായിട്ടുള്ള ആളുകൾക്കുള്ള പെൻഷൻ. ഇങ്ങനെ നിരവധി പെൻഷൻ, വെൽഫെയർ പെൻഷനുകൾ പഞ്ചായത്തിൽ നിന്നും കൊടുക്കുന്നുണ്ട്. ഞാനതൊക്കെ ഒന്ന് ഓടിച്ചതിൻ്റെ പ്രസൻറ്റ് സ്റ്റാറ്റസും കാണിച്ചു തരാം. സോ വെൽഫെയർ പെൻഷൻസ്, ഇത് കൂടാതെ പല വെൽഫെയറുകളും ഉണ്ടാവും. ഈ വെൽഫെയർ മുഴുവനും പഞ്ചായത്തിലൂടെയും മുനിസിപ്പാലിറ്റിയിലൂടെയും ജനങ്ങൾക്ക് നൽകുന്നുണ്ട്. ദെൻ നെക്സ്റ്റ് അക്കൗണ്ടിങ്, പഞ്ചായത്തിൽ മാത്രം. ഇപ്പോൾ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു അക്കൗണ്ടിങ് സിസ്റ്റമാണ്. അതിലും പ്രധാനമായിട്ടൊരു പങ്ക് വഹിക്കാൻ എനിക്ക് പറ്റിയിട്ടുണ്ട് ഫ്രം അക്കൗണ്ടൻസ് ഓൺവേർഡ്സ്. കാരണം നേരത്തെ 505 കോളങ്ങളുള്ള ഒരു പേയ്മെൻറ്റ് രജിസ്റ്റർ ഉണ്ടായിരുന്നു. ഈ രജിസ്റ്റർ ഇങ്ങനെ മറിച്ചിട്ടിട്ട് എഴുതി പോകണമായിരുന്നു, മനസ്സിലായി. എന്നിട്ട് 153 കോളങ്ങൾ ഇന്ന് ഓർമ്മയുണ്ട്. ഒരു വരവ് രജിസ്റ്റർ ഉണ്ടാവും, അതിൽ ഓരോ വരവിലും ഏത് കോളം പരിശോധിച്ച് ഇങ്ങനെ എഴുതി പോകണം. എന്നിട്ട് ഓരോ മാസം അവസാനിക്കുന്ന സമയത്ത് ഈ അക്കൗണ്ടൊക്കെ ടാലി ആവണം. അക്കൗണ്ടിങ് അറിയാവുന്ന ആൾക്കാർക്ക് അറിയാം അല്ലേ, ക്രെഡിറ്റ് ഡെബിറ്റോ ഒക്കെ കറക്റ്റ് അല്ലെങ്കിൽ എന്ത് സംഭവിക്കും, മൊത്തം കുളമായിരിക്കും. റീകൺസിൽ ചെയ്ത് ബാങ്കുമായിട്ട് റീകൺസിൽ ചെയ്ത് ₹1 വ്യത്യാസത്തിന് ഒരു മാസം കുത്തിരുന്ന് കണ്ണിലെണ്ണ ഒഴിച്ച് കുത്തിരുന്ന ഒരു മനുഷ്യനാണ് ഞാൻ. അതുകൊണ്ട് ₹1 പോലും വ്യത്യാസം ഉണ്ടാവാൻ പാടില്ല. ആ അക്കൗണ്ട് കൃത്യമാക്കി വച്ചിരുന്നൊരു കാലം ഉണ്ടായിരുന്നു. അന്ന് സെക്രട്ടറി ആണ് നിങ്ങളെങ്കിൽ ഭ്രാന്ത് പിടിക്കും. ബിക്കോസ് ഇതിങ്ങനെ പരിശോധിക്കണം, ഓരോ കോളവും പരിശോധിക്കണം രജിസ്റ്ററിൽ. ഇന്ന് അതൊന്നും ആവശ്യമില്ല. ഇതെല്ലാം ചെയ്യുന്നൊരു ആളുണ്ട്, ഒരു സോഫ്റ്റ്വെയർ, ഇറ്റ് ഇസ് കോൾഡ് സാങ്ഖ്യ. ഓക്കെ, ഇതെല്ലാം സാങ്ഖ്യ സോഫ്റ്റ്വെയർ വഴി പിന്നീട് അത് സ്ട്രീം ലൈൻ ചെയ്ത് വളരെ ഈസി ആയിട്ട്. ഇപ്പോഴും ഇത് കേൾക്കുന്ന സമയത്ത് വെബ് സാങ്ഖ്യ അടിപൊളിയാണെന്ന് ഒരാൾ പറയുന്ന സമയത്ത് ഈ നെഞ്ഞത്ത് എന്തുണ്ടാവുക, ഒരു ഉൾവിളി ഉണ്ടാവും, ഒരു സന്തോഷം ഉണ്ടാവും. ബിക്കോസ് ഐ ഹാവ് ഡൺ ഇറ്റ്. ആൻഡ് സംഖ്യ സോഫ്റ്റ്വെയറിൽ വെബ് വേർഷൻ ആയിരുന്നു. നേരത്തെ സംഖ്യ ഉണ്ടായിരുന്നു കോർപ്പറേഷനുകളിലൊക്കെ, അതൊരു ലോക്കൽ സംഖ്യ സോഫ്റ്റ്വെയർ ആയിരുന്നു. അത് പിന്നെ നമ്മൾ വെബ് വഴി വളരെ ഈസി ആയിട്ട് ഒരു സ്ട്രീം ലൈൻ ചെയ്തു. ട്രഷറി വരെ പോയി ട്രഷറിയുമായിട്ടൊക്കെ ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ടുണ്ട് സംഖ്യ. ഇപ്പോൾ സംഖ്യ സോഫ്റ്റ്വെയർ ആണ് ഇതിന് അക്കൗണ്ടിങ്ങിന് ഉപയോഗിക്കുന്നത്. പിന്നെ അക്കൗണ്ടിങ്, ഏത് തരത്തിലുള്ള അക്കൗണ്ടിങ് ആണ് പഞ്ചായത്തുകളിലുള്ളതെന്ന് അറിയോ നിങ്ങൾക്ക്? ഏതൊക്കെ തരം അക്കൗണ്ടിങ് ഉണ്ട്? ഇതിൽ അക്കൗണ്ടിങ് ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്ന എത്ര പേരുണ്ടെന്ന് കൈപൊക്കിയേ? എല്ലാവരും BSc-കാരാണോ? BA-യും MA-യും ഒന്നും കഴിഞ്ഞ ആൾക്കാരില്ലേ? ആരുമില്ല? BCom? BCom കഴിഞ്ഞ ആളല്ലേ അക്കൗണ്ടിങ് പറയും. ഏതൊക്കെ തരമുണ്ട്? അല്ലാതെ അക്കൗണ്ടിങ്, സിംഗിൾ എൻട്രി അക്കൗണ്ടിങ്, ഡബിൾ എൻട്രി അക്കൗണ്ടിങ് കിട്ടില്ല. ഓക്കെ, സോ സിംഗിൾ എൻട്രി, ഡബിൾ എൻട്രി, ഇതാണ് 2 തരം അക്കൗണ്ടിങ് ഉള്ളത്. സിംഗിൾ എൻട്രി എന്ന് പണ്ട് നമ്മളെ പഞ്ചായത്തിലെ അക്കൗണ്ടിങ് ഒക്കെ സിംഗിൾ എൻട്രി അക്കൗണ്ടിങ് ആയിരുന്നു. പക്ഷേ ഇപ്പം അതല്ല. ഇപ്പം ഡബിൾ എൻട്രി അല്ല എന്ന് മാത്രമല്ല, ഡബിൾ എൻട്രി അക്രൂവൽ ബേസ്ഡ് ഡബിൾ എൻട്രിയാണ്. ഓക്കെ, സാധാരണ എല്ലാം ഡബിൾ എൻട്രി ആയിരിക്കും. അതിനേക്കാൾ ഭംഗിയുള്ള സാധനമാണ് എന്ത്, അക്രൂവൽ ബേസ്ഡ് ഡബിൾ എൻട്രി. ഒരു ഡിമാൻഡ് നമ്മൾ രേഖപ്പെടുത്തിയാൽ അത് നമ്മൾ അക്കൗണ്ടിലേക്ക് രേഖപ്പെടുത്തുന്ന നമുക്ക് കിട്ടാനുള്ളതായിട്ട് മാറ്റിവെക്കുന്ന അത്തരത്തിലുള്ള ഒരു അക്കൗണ്ടിങ് സിസ്റ്റത്തിനെയാണ് നമ്മൾ വിളിക്കുന്നത് അക്രൂവൽ ബേസ്ഡ് ഡബിൾ എൻട്രി. ഇപ്പോൾ പ്രോപ്പർട്ടി ടാക്സ് നമുക്ക് കിട്ടിയിട്ടുണ്ടാവില്ല. അപ്പോൾ കിട്ടിയിട്ട് മാത്രമല്ല, നമ്മളത് കിട്ടാനുള്ള സാധനവും കൂടി നമ്മൾ എതിലേക്ക് എഴുതി വെക്കും, നമ്മളെ അക്കൗണ്ടിലേക്ക് എഴുതിക്കും. അതുകൊണ്ട് വി കോൾ ഇറ്റ് ആസ് ആൻ അക്രൂവൽ ബേസ്ഡ് ഡബിൾ എൻട്രി സിസ്റ്റം. അതാണ് നമുക്ക് ഇന്ന് നമ്മുടെ ലോക്കൽ സെൽ ഗവൺമെൻറ്റിലുള്ള അക്കൗണ്ടിങ് സിസ്റ്റം. ദെൻ ഓഡിറ്റിംഗ്, ഇത് പറഞ്ഞ പോലെ ഇതിന് ശേഷം ഓഡിറ്റ് ചെയ്യാൻ നമുക്കൊരു ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ട്, കേരള സ്റ്റേറ്റ് ഓഡിറ്റ് വകുപ്പ്. KCD നേരത്തെ ലോക്കൽ സെൽ ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റ്, ലോക്കൽ ഓഡിറ്റ് വകുപ്പ് ഉണ്ടായിരുന്നു. ഇപ്പോൾ അതെന്താണ്, KCD എന്നറിയപ്പെടും. അവരാണ് കേരള സ്റ്റേറ്റ് ഓഡിറ്റ് വകുപ്പ്. അവരാണ് നമ്മുടെ ഓഡിറ്റ് ചെയ്യുക. പക്ഷേ ഓരോ ഓഡിറ്റിംഗ് മാത്രമല്ല നമുക്കുള്ളത്, CAG-യുടെ ഓഡിറ്റ് ഉണ്ടാവും. പിന്നെ അതുപോലെ പെർഫോമൻസ് ഓഡിറ്റ് ഇപ്പോൾ ഇല്ല എങ്കിൽ പോലും നമ്മുടെ ഒരു വിഭാഗം ആൾക്കാർ അത് പരിശോധിക്കപ്പെടാം. ഇൻറ്റേർണൽ വിജിലൻസ് ഓഫീഷ്യൽസ് ഉണ്ടാവാം. പിന്നെ അതുകൂടാതെ സോഷ്യൽ ഓഡിറ്റ് ഉണ്ട്, സമൂഹത്തിൽ നമ്മൾ ഓഡിറ്റ് ചെയ്യപ്പെടാം. ഇതൊക്കെ നമ്മുടെ പഞ്ചായത്തുകളിലുള്ള ഓഡിറ്റാണ്. ദെൻ മുനിസിപ്പാലിറ്റിയിൽ അതുപോലെ ഇനി ഗവേണൻസ്, ഇതിലേക്ക് കയറാം. ഇത് നമുക്ക് ലൈവായിട്ട് മുന്നോട്ട് പോകാം. ഗവേണൻസ്. സോ ഈ കാര്യങ്ങളെല്ലാം സുന്ദരമാക്കാൻ നമുക്കൊരു സംവിധാനം കൊണ്ടു തന്നിട്ടുണ്ട്. ആര്? ഇൻഫർമേഷൻ കേരള മിഷൻ. ഞാൻ പറഞ്ഞു 5 വർഷം ഞാൻ ആ സംവിധാനത്തിൻ്റെ സോഫ്റ്റ്വെയറിൻ്റെ ടീം ലീഡറായിരുന്നു. ഓക്കെ, സ്മാർട്ട് K-ഫോൺ എന്ന് കേട്ടിട്ടുണ്ടോ? K-ഫോൺ, K-സ്മാർട്ട്. K-ഫോൺ ആദ്യമായി കഴിഞ്ഞു, അതിനുശേഷം ഇപ്പം K-സ്മാർട്ട്. ഇപ്പോൾ K-ഫോണിൻ്റെ MD ഡോക്ടർ സന്തോഷ് ബാബു IAS തന്നെയാണ് നമ്മളെ ഈ ഒരു പ്രൊജക്റ്റിൻ്റെയും MD ആയിട്ട് ഉള്ളത്, ഞങ്ങളുടെ CMD ആയിട്ട് ഉള്ളത്. ഡോക്ടർ സന്തോഷ് ബാബു IAS, അദ്ദേഹം തമിഴ്നാട്ടിലെ IAS കാഡറിൽ നിന്ന് ഇങ്ങോട്ട് വന്ന ആളാണ്. സോ
ദെൻ അതേപോലെ ഇതിന് തൊട്ട് മുമ്പുണ്ടായിരുന്നത് പഞ്ചായത്തുകളെല്ലാം ഉപയോഗിച്ചിരുന്ന ഇൻ്റർഗ്രേറ്റഡ് ലോക്കൽ ഗവർണൻസ് മാനേജ്മെൻറ്റ് സിസ്റ്റമാണ് ILGMS ആയിരുന്നു. അപ്പോൾ അത് ഉപയോഗിച്ചിട്ടായിരുന്നു പഞ്ചായത്തുകൾ ഈ കഴിഞ്ഞ ഏപ്രിൽ വരെ വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. ഓക്കെ, സോ അതിനുശേഷം ഏപ്രിൽ 1 മുതൽ പഞ്ചായത്തുകളും എന്തായി മാറി? K-സ്മാർട്ടായി. 2024 ജനുവരി 1 മുതൽ മുനിസിപ്പാലിറ്റികളിലും കോർപ്പറേഷനുകളിലും K-സ്മാർട്ട് നിലവിൽ വന്നു. അതിനുശേഷം 2025 ഏപ്രിൽ 1 മുതൽ മുനിസിപ്പാലിറ്റികളിലും പഞ്ചായത്തുകളിലും ബാക്കി എല്ലായിടത്തും എന്തായി മാറി? K-സ്മാർട്ടായിട്ട് മാറി. ഇപ്പോൾ എല്ലായിടത്തും എന്താണ്? K-സ്മാർട്ടാണ് ഉപയോഗിക്കുന്നത്. ദെൻ ഇപ്പോഴും ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന മറ്റ് സോഫ്റ്റ്വെയറുകളാണ് ഞാൻ പരിചയപ്പെടുത്തുന്നത്. നേരത്തെ 16ഓളം സോഫ്റ്റ്വെയറുകൾ സോഫ്റ്റ്വെയറുകൾ ഉണ്ടായിരുന്നു. സുലേഖ, സാങ്ക്യ, സഞ്ചയ, സേവന, സകർമ്മ, സങ്കേതം, സംവേദിത, ഇങ്ങനെ തുടങ്ങിയിട്ട് കുറേ എണ്ണം ഉണ്ടായിരുന്നു. ഓക്കെ, നിങ്ങൾ കേൾക്കാത്ത ഇനിയും കുറേ എണ്ണം ഉണ്ട്. ഓക്കെ, സമന്വയ, അങ്ങനെ സുരേഖ, ഇങ്ങനെ തുടങ്ങി കുറേ എണ്ണം. ഇതൊക്കെ നമ്മുടെ സോഫ്റ്റ്വെയറുകളായിരുന്നു. നിങ്ങളൊരു പഞ്ചായത്ത് സെക്രട്ടറി ആണെങ്കിൽ ഞാൻ തന്നെ പ്ലസ് സാറിൻ്റെ കൂടെ ഇരുന്നിട്ട് ഫിനാൻസ് കമ്മീഷണർ റിപ്പോർട്ട് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അതിൽ 78 സോഫ്റ്റ്വെയറുകളിൽ ഒരു പഞ്ചായത്ത് സെക്രട്ടറി കാണണം ഒരു ദിവസം. മനസ്സിലായി? അത്രയും റിസ്ക് ഉള്ള ഒരു സംവിധാനം. മീൻസ് സോഫ്റ്റ്വെയർ ആണെങ്കിലും സോഫ്റ്റ്വെയറുകളുടെ ബാഹുല്യം കൊണ്ട് കാര്യം നടക്കാതെയായി. കാരണം ഓരോന്നിലും വേറെ വേറെയാണ് കയറുന്നത്. അതെല്ലാം മാറ്റിയിട്ട് ഒന്നിച്ചാക്കുന്ന ഒരു സംവിധാനമായിട്ടാണ് എന്ത് വരുന്നത്? K-സ്മാർട്ട് നമ്മൾ ആഗ്രഹിച്ചിരിക്കുന്നത് ആ രീതിയിലാണ് പ്രവർത്തിക്കുന്നത്. പക്ഷേ എന്നാൽ K-സ്മാർട്ടിൽ ഇപ്പോഴും വരാത്ത സംഭവമാണ് എന്തിപ്പോൾ സുലേഖ. ആൻഡ് ഐ ആം എൻറ്റൈറ്റിൽ ടു ഡു ദാറ്റ്. ഐ വിൽ ബി ഡൂയിങ് ബൈ 6 months മാക്സിമം. ഓക്കെ, ഇതിൻ്റെ കൂടെ അത് വരും. എന്ത് വരും? സുലേഖ വരും. സോ സുലേഖ എന്താണ്? നമ്മൾ പറഞ്ഞല്ലോ, ഡെവലപ്മെൻറ്റ് എന്ന് പറഞ്ഞ ഒരു ടേം പറഞ്ഞു. അപ്പോൾ ഡെവലപ്മെൻറ്റ് പ്രൊജക്റ്റ് ആയിക്കഴിഞ്ഞാൽ അത് രേഖപ്പെടുത്തി അതിൻ്റെ ഇംപ്ലിമെൻറ്റേഷൻ ഫുള്ളായിട്ട് നടത്താനുള്ള സംവിധാനമാണ് സുലേഖ. ദെൻ സകർമ്മ നമ്മൾ പറഞ്ഞു നേരത്തെ, മീറ്റിംഗ് മാനേജ്മെൻറ്റിനുള്ള സോഫ്റ്റ്വെയർ ആണ്. എല്ലാം ഓടിച്ചൊന്ന് കാണിച്ചു തരാം. സാങ്ക്യ അക്കൗണ്ടിങ് സോഫ്റ്റ്വെയർ ആണ്, ഡബിൾ എൻട്രി അക്കൗണ്ടിങ് സോഫ്റ്റ്വെയർ. ദെൻ സഞ്ചയ ഇപ്പോൾ ഇല്ല യഥാർത്ഥത്തിൽ. സഞ്ചയ എന്ന് പറഞ്ഞത് എന്തിനാണ്? റവന്യൂ, നമ്മൾ പറഞ്ഞു പ്രോപ്പർട്ടി ടാക്സ് റവന്യൂ കളക്ഷന് വേണ്ടിയിട്ട് തയ്യാറാക്കിയ സോഫ്റ്റ്വെയർ. പ്രോപ്പർട്ടി ടാക്സ്, പ്രൊവിഷൻ ടാക്സ് എല്ലാം വരുന്നത് ഇതിലാണ്? സഞ്ചയയിലാണ്. ഓക്കെ, ദെൻ സങ്കേതം ബിൽഡിംഗ് പെർമിറ്റിൻ്റെ ആപ്ലിക്കേഷനാണ് സങ്കേതം. അതും ഇപ്പോൾ ഇല്ല, കാരണം അത് എല്ലാം ഏതിലേക്ക് പോയി? K-സ്മാർട്ടിലേക്ക് പോയി. ഇപ്പോൾ K-സ്മാർട്ടാണ് സങ്കേതത്തിൻ്റെ ഇക്വലൻ്റായിട്ട് വർക്ക് ചെയ്യുന്നത്. ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ സൈറ്റാണ് നമ്മൾ ആദ്യം നോക്കേണ്ടത്. ഇപ്പം ഇന്ത്യയുടെ മുകളിൽ പോകാൻ ഒരു സ്ഥലം കൂടി ഉണ്ട് നമുക്ക്, UNO എന്ന് പറയും അല്ലേ? യുണൈറ്റഡ് നാഷൻസിൻ്റെ സൈറ്റിൽ നിന്നും നമ്മൾ എന്തൊക്കെ എടുക്കുന്നത്, നമുക്ക് എന്താ വേണ്ടത് ശരിക്കും അവിടെ? യുണൈറ്റഡ് നേഷൻസ്, അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ. ഇത് എവിടെ നിന്ന് കിട്ടിയ SDG ഗോൾസ്? നമുക്ക് 17 SDG ഗോൾസ് ഉണ്ട്. ഈ 17 SDG ഗോൾസും നമ്മൾ അച്ചീവ് ചെയ്ത് കഴിഞ്ഞാൽ ഒന്നാമതായി വന്നു കഴിഞ്ഞാൽ നമ്മൾ UN സംബന്ധിച്ചിടത്തോളം നമ്മൾ ആരാണ്? നമ്പർ 1 ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് UN ഒരു 17 ഗോൾ വന്നിട്ടുണ്ട്. നമ്മൾ മിക്കവാറും എല്ലാത്തിലും ഇപ്പോൾ ഒന്നിലെത്തിയിട്ടുണ്ട്. നമ്മൾ ഒന്നിൻ്റെ മുകളിലേക്ക് എങ്ങനെ കയറാൻ പറ്റും നോക്കുന്ന ആൾക്കാരാണ് നമ്മൾ. ഇന്ത്യ രാജ്യം ആസച്ച് എടുക്കുമ്പം ചിലപ്പം മറ്റു കാര്യങ്ങളുണ്ടാവാം. നമ്മുടെ അവസ്ഥയിൽ വ്യത്യസ്തമായിട്ടാണ്. ഇനി നമ്മൾ താഴോട്ടിരുന്ന ഒരു സംവിധാനത്തെ നമ്മൾ ഈ K-സ്മാർട്ട് പോലുള്ള സംവിധാനം കൊണ്ടുവരുന്നത് കൊണ്ടും അത് കൃത്യമായി നിങ്ങൾ ഇംപ്ലിമെൻറ്റ് ചെയ്യുകയാണെങ്കിലും അതിൽ നമ്മൾ താഴെ ഇപ്പോഴുള്ള 1-2 കാര്യങ്ങളുണ്ട്. അതിന് നമുക്ക് മുകളിലോട്ട് കയറാൻ പറ്റും, യാതൊരു സംശയവുമില്ല. സോ അപ്പോൾ ഈ SDG ഗോൾസ് നോക്കാൻ നമുക്ക് UN-ൻ്റെ സൈറ്റ് നോക്കാം. അത് കഴിഞ്ഞ് പിന്നീട് നമ്മൾ വരേണ്ടത് നമ്മുടെ ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ സൈറ്റാണ്. അത് india.gov.in ആണ്. അത് URL എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇന്ത്യയെ സംബന്ധിക്കുന്ന എല്ലാ കാര്യങ്ങളും ഇവിടെ കിട്ടും. എന്തൊക്കെ കിട്ടുക? എല്ലാ കാര്യങ്ങളും ഈ സൈറ്റിലുണ്ട്. നമ്മൾ വിചാരിക്കും ഇല്ലയെന്ന്, കാരണം എല്ലാത്തിനും ബഹുഭൂരിപക്ഷം കാര്യങ്ങൾക്കും ലിങ്ക് ഇതിൽ നൽകിയിട്ടുണ്ട്. മനസ്സിലാകുന്നു? അപ്പോൾ സർവീസ് റിലേറ്റഡ് ആണെങ്കിൽ service.india.gov.in. അപ്പം നമുക്കൊരു സർവീസ് വേണം, ആ സർവീസ് എല്ലാം ഈ സൈറ്റ് വഴി നമുക്കവിടെ എത്തിപ്പെടാൻ പറ്റും. പിന്നെ ഫസ്റ്റ് നമ്മൾ ഇന്ത്യയുടെ ന്യൂസുകളുണ്ടാവും. പിന്നെ താഴോട്ട് ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഒരുപാട് കാര്യങ്ങൾ, സർവീസുകൾ, മൈ ഗവൺമെൻറ് സർവീസുകൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സർവീസുകളിലേക്ക് പോകാം.
അപ്പോൾ സർവീസ് പേജ് ആയിരിക്കും ഇത്. അപ്പോൾ നമുക്ക് ഉണ്ടോ അപ്ലൈ ഫോർ പ്രധാനമന്ത്രി ഭാരതീയ ജനസംഖ്യ കേന്ദ്ര, അങ്ങനെ 12,851 സർവീസുകൾ ഇതിൽ ഓരോ സ്റ്റേറ്റിൽ നിന്നും ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. ടോട്ടൽ 13,000 ചില്ലാനും സർവീസുകളുണ്ട്, അത് ഇവിടെ കാണുന്നില്ല. ഓക്കെ, എനിവേ അതാ 14,051 സർവീസുകളായി. ഇപ്പോൾ 14,051 സർവീസുകൾ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. സോ ഒരു സർവീസ് നമുക്ക് വേണം, ഇന്ത്യ ഗവൺമെൻറ് സൈറ്റ് സർവീസ് വേണമെങ്കിൽ ഈ സൈറ്റിൽ കയറാം. ആ സൈറ്റിൽ കയറി കഴിഞ്ഞാൽ ആ സൈറ്റിൽ നിന്ന് മറ്റേ സൈറ്റിലേക്ക് ലിങ്കുകളും ഉണ്ടാവും. ഓക്കെ, സോ ഇത് ഒരുവിധം കോംപ്രിഹെൻസീവായിട്ട് ബിൽഡ് ചെയ്തിരിക്കുന്ന ഒരു വെബ്സൈറ്റാണ് നമ്മൾ india.gov.in. ഇതിന് പകരം നിങ്ങൾ ഗൂഗിളിലോ ChatGPTയോ ചോദിച്ചിട്ടല്ല പോകേണ്ടത്. അവിടെ പ്രത്യേകത എന്താണ് ജനറേറ്റീവ് AI നിങ്ങൾക്ക് അറിയാമെങ്കിൽ നിങ്ങൾ ഇപ്പോൾ സാർ പറഞ്ഞല്ലോ, കിട്ടും, നിങ്ങൾക്ക് കിട്ടാത്തതല്ല, പക്ഷെ ആ കിട്ടുന്നത് കറക്റ്റ് ആയിരിക്കുമോ? ആയിക്കൊള്ളണം ഇല്ല, അവരെന്നെ അതിൻ്റെ അടിയിൽ എഴുതി വെച്ചിട്ടുണ്ട്. ഓക്കെ, സോ നിങ്ങൾ കറക്റ്റ് സൈറ്റിലേക്ക് പോവുക, എന്നിട്ട് തിരയുമ്പോൾ 2 കാര്യമുണ്ട്, നിങ്ങൾക്ക് കൂടുതലായിട്ട് ഇത് പഠിക്കാനും പറ്റും. ഒരു ഉദാഹരണം, ചെക്ക് ആധാർ, പാൻ കാർഡ് ലിങ്ക് സ്റ്റാറ്റസ്, ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ, വോട്ടർ ഇൻഫർമേഷൻ സർവീസുകൾ ഇവിടെ എടുത്തു കഴിഞ്ഞാൽ, എടുത്തു കഴിഞ്ഞാൽ സിറ്റിസൺ സെൻട്രിക് ആയിട്ടുള്ള സർവീസ് മുഴുവനും നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും, ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ. ക്ലിയർ അല്ലേ? ഇനി K-സ്മാർട്ടാണ് നമ്മൾ അങ്ങോട്ടുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. നമുക്ക് എന്ത് കാര്യം വേണമെങ്കിൽ ഈ മൊബൈലിൽ കയറിയിട്ട് ഒരു ആപ്പുണ്ട്, K-സ്മാർട്ട് ആപ്പ്. എൻ്റെ സമയം കഴിഞ്ഞോ? ഒരു 5 മിനിറ്റ് കൂടി. ഓക്കെ 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 1 മണി എൻ്റെ പറഞ്ഞ സമയം കഴിഞ്ഞുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. അപ്പോൾ K-സ്മാർട്ട്, കാരണം നമ്മൾ നാളെ ലൈഫിലേക്ക് നിങ്ങളെല്ലാവരും സെക്രട്ടറി ആയിട്ട് വരട്ടെ. ഇനി അഥവാ സെക്രട്ടറി ആയിട്ട് ആർക്കെങ്കിലും വരാൻ പറ്റിയിട്ടില്ലെങ്കിൽ ഈ ക്ലാസ് കൊണ്ടുണ്ടാകുന്ന നിങ്ങൾക്കുള്ള ഉപകാരം ഇതായിരിക്കും. എല്ലാവർക്കും K-സ്മാർട്ടിൻ്റെ ഒരു ആപ്പ് ഡൗൺലോഡ് ചെയ്യാം. അത് പ്ലേ സ്റ്റോറിൽ അവൈലബിൾ ആണ്, പ്ലസ് പിന്നെ ആപ്പ് സ്റ്റോറിലും അവൈലബിൾ ആണ്. അതൊന്ന്. പിന്നെ വേറൊരു ആപ്പുണ്ട്, GISൻ്റെ ആപ്പാണ്, അതായത് നോ മൈ ലാൻഡ് എന്ന് പറയും. നിങ്ങൾ ആരെങ്കിലും ഒരു സ്ഥലം ഒക്കെ വാങ്ങാൻ പോവുകയാണെങ്കിൽ ആ സ്ഥലത്ത് നിങ്ങൾക്ക് ബിൽഡിംഗ് ഉണ്ടാക്കാനുള്ള പ്രിവിലേജ് മീൻസ് ഇത് കിട്ടുമോ എന്ന് അറിയേണ്ടതില്ലേ? അപ്പോൾ അതിന് വേണ്ടിയിട്ട് നോ മൈ ലാൻഡ് എന്ന് പറഞ്ഞ വേറൊരു ആപ്പുണ്ട്. ഈ ആപ്പുമായിട്ട് നിങ്ങൾ ആ സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ അവിടെയുള്ള വേരിയേഷൻ കംപ്ലയൻസസ് ഒക്കെ നിങ്ങൾക്ക് സിസ്റ്റം പറഞ്ഞു തരും. നിങ്ങൾ അതിന് മുകളിൽ ഒരു വര വരച്ചാൽ മതി, മാപ്പിൽ ഞാൻ കാണിച്ചു തരാം. അത് വരച്ച് കഴിഞ്ഞാൽ പറയും ഇന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇവിടെ ചെയ്യാൻ പറ്റും. മനസ്സിലായോ? എനിക്കൊരു 10 നില കെട്ടിടം അവിടെ ഉണ്ടാക്കണം എന്ന് പറഞ്ഞാൽ അവിടെ ചെന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ ഉണ്ടാവില്ല. നിങ്ങൾ കുറച്ച് കാലം മുമ്പ് മരയുടെ ഒരു 4 ഫ്ലാറ്റ് പൊളിഞ്ഞൊക്കെ കിട്ടുണ്ടാവില്ലേ, അത് CRZ വയലേഷനായിരുന്നു. അപ്പോൾ CRZ വയലേഷൻ ഉണ്ടാകുമോ, അവിടെ CRZ സോണാണോ എന്തും തുടങ്ങിയ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് എവിടെ കിട്ടും? ആ ആപ്പിൽ കിട്ടും. പ്ലസ് നിങ്ങൾക്ക് എന്ത് കിട്ടും? റെയിൽവേ സോണാണോ, എയർപോർട്ട് സോണാണോ, ഇവിടെ എത്ര ഹൈറ്റുള്ള ബിൽഡിംഗ് ഉണ്ടാക്കാം എന്നുള്ളതൊക്കെ ഈ ആപ്പിൽ ലഭ്യമാണ്. ഇപ്പോൾ K-സ്മാർട്ട് കൂടി പറഞ്ഞ് നമ്മൾ അവസാനിപ്പിക്കും. ksmart.lsckerala.gov.in ആണ് K-സ്മാർട്ടിൻ്റെ URL. അപ്പോൾ ഒരു കോൺട്രിബ്യൂഷൻ കൊടുത്താൽ കാണുമ്പോൾ നമുക്കൊരു നിങ്ങൾക്ക് അറിയില്ല അത് ഇറ്റ് വാസ് മൈ കോൺട്രിബ്യൂഷൻ. ഞങ്ങൾ കുറേ എണ്ണം ഉണ്ടാക്കി, ഡെലിവറിങ് ഡിജിറ്റൽ ഹാപ്പിനെസ്, അത് തന്നെയല്ലേ സത്യം, ഒരു ഡിജിറ്റൽ ഹാപ്പിനെസ് ഉണ്ടാക്കുക. കുറേ എണ്ണം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു ഏറ്റവും ബെസ്റ്റായിട്ട് അങ്ങനെ യു ക്യാൻ സീ ദിസ്. അതൊരു വിഷൻ എന്ന് പറയുന്നത് ഏതൊരു ലേമാൻ, ഇപ്പം ഇംഗ്ലീഷാണ്, എനിവേ ഇറ്റ് വിൽ ബി ട്രാൻസ്ഫറിങ് ടു ഫുൾ മലയാളം തിങ്. ഇതൊരു സ്റ്റാർട്ടിങ് ആയതുകൊണ്ട് ഇറ്റ് വിൽ ടേക്ക് ടൈം. കാരണം നിങ്ങൾക്കറിയാം ഈ ഫിനാക്കിളൊക്കെ ഉണ്ടാക്കാൻ എത്ര സമയം എടുത്തിട്ടുണ്ടെന്ന് അറിയാമോ? ബാങ്കിങ് ആപ്ലിക്കേഷനാണ്. ES എടുത്തിട്ടാണ് ഇപ്പോൾ ഇന്ന് ബാങ്ക് മുഴുവൻ അതിൽ സ്ട്രീം ലൈൻ ചെയ്തത്. ആപ്ലിക്കേഷൻ ഡെവലപ്മെൻറ്റ് ഈസ് നോട്ട് ആൻ ഈസി ടാസ്ക്. ഇറ്റ്സ് എ ബിഗ് എന്താ പറയുക, ഭയങ്കര ടഫായിട്ടുള്ളൊരു ജോബാണത്. അത് ഒരു ചെറിയ പ്രോബ്ലം ഉണ്ടെങ്കിൽ അത് അക്രോസ് ദ ഗ്ലോബ് എന്ന് പറഞ്ഞാൽ അത് എഫക്റ്റ് ചെയ്യപ്പെടും. അതുകൊണ്ട് തന്നെ അത്രയും സൂക്ഷ്മതയോടെ ചെയ്യേണ്ട ഒരു മേഖലയാണ്. സോ ഇഫ് യു ആർ സീയിങ് എനി പ്രോബ്ലം ഇൻ ദിസ് യു ക്യാൻ ഓൾസോ കോൺടാക്ട് മീ. ഇന്ന കാര്യത്തിൽ ഇന്നൊരു പ്രോബ്ലം കണ്ടു എന്ന് പറഞ്ഞു. പക്ഷേ നമ്മളൊരിക്കലും പ്രതീക്ഷിക്കരുത് നാളെ തന്നെ അത് ശരിയായി വരുമെന്ന്. കാരണം അതിനൊരു വലിയ സ്ട്രാറ്റജി ഉണ്ട്. എനിക്കറിയാം അല്ലേ, സഞ്ജയൊക്കെ ഉപയോഗിച്ച് നോക്കുന്ന ആൾക്കാർക്കറിയാം പ്രയാസങ്ങൾ. അപ്പോൾ ഇതിൽ നമ്മുടെ നിങ്ങൾ തന്നെ ഒന്ന് ക്രിയേറ്റ് ചെയ്യുക, സ്വയമേവ ഒരു യൂസറായിട്ട് ക്രിയേറ്റ് ചെയ്യുക, അതിനോട് കയറുക, സിറ്റിസൺ ലോഗിൻ. സോ അതിന് മുമ്പ് ഇതിൻ്റെ ഫസ്റ്റ് പേജിൽ എന്തൊക്കെയുള്ളത് നോക്കിക്കോ. നിങ്ങൾക്ക് പെട്ടെന്നൊരു ബർത്ത് സർട്ടിഫിക്കറ്റ് വേണം, നിങ്ങളുടെ സ്വന്തം ബർത്ത് സർട്ടിഫിക്കറ്റ് ഇതൊന്ന് സെർച്ച് ചെയ്ത് നോക്കുക കേട്ടോ. നിങ്ങളെ മക്കളുടെ അല്ലെങ്കിൽ അച്ഛൻ്റെ അല്ലെങ്കിൽ ഭാര്യയുടെ ഒക്കെ ബർത്ത് സർട്ടിഫിക്കറ്റ് ഇതൊന്ന് സെർച്ച് ചെയ്യാം. നിങ്ങൾക്ക് പ്രോപ്പർട്ടി ടാക്സ് സെർച്ച് ചെയ്യാം, നികുതി അടച്ചേക്കുക. ഇത് കഴിഞ്ഞു 5% വരെ ഓഫ് ഉണ്ടായിരുന്നു ഇന്നലെ ഈ കഴിഞ്ഞ
പിന്നെ ഏപ്രിൽ മാസത്തിൽ. ഇനി നിങ്ങളെ പേയ്മെൻറ്റ് ഹിസ്റ്ററി കാണാം, വെരിഫിക്കേഷൻ കാണാം, ട്രാക്ക് ഫയൽ, ഡിമാൻഡ് ക്വിക്ക് പേ. ഇതിന് KSwift എന്ന് പറഞ്ഞ ഒരു ആപ്ലിക്കേഷൻ്റെ, അതും ചിലപ്പോൾ നിങ്ങൾ ഇൻ്റർവ്യൂവിൽ ചോദിക്കാം എന്താ KSwift. KSwift എന്ന് പറയുന്നത് നമ്മൾ വാണിജ്യ വ്യവസായ സ്ഥാപനം, അത് നിങ്ങൾക്ക് അറിയാൻ തോന്നുന്നുണ്ടല്ലേ. സോ അത് സ്ട്രീം ലൈൻ ചെയ്യാൻ വേണ്ടി, ലൈസൻസ് കൊടുക്കാൻ വേണ്ടി ഒറ്റ സിംഗിൾ വിൻഡോ സിസ്റ്റമായിട്ട് കൊണ്ടുവന്നൊരു സംവിധാനമാണ് KSwift. ഓക്കെ, കുറേ കാര്യങ്ങൾ 15 മിനിറ്റ് ഞാൻ അധികം എടുത്തു. അത് ബഹുമാനപ്പെട്ട MLA വന്ന സമയമെന്ന് വിചാരിക്കട്ടെ. ഇത്രയും നേരം എന്നെ കേട്ടതിന് നിങ്ങൾക്ക് ഒരുപാട് നന്ദി പറയാണ്. നിങ്ങളെല്ലാവരും ഒരാൾ പോലും ഒഴിവില്ലാതെ പഞ്ചായത്ത് സെക്രട്ടറിയുടെ സീറ്റിൽ ഏതെങ്കിലും പഞ്ചായത്തിൽ പോയിരിക്കാനുള്ള, മുനിസിപ്പാലിറ്റിയിൽ പോയിരിക്കാനുള്ള ഭാഗ്യം നിങ്ങൾക്ക് ഉണ്ടാവട്ടെ. നിങ്ങളത് ഇപ്പോൾ വിളിച്ചിരിക്കുന്ന പഞ്ചായത്ത് സെക്രട്ടറി എന്ന് പറഞ്ഞിട്ടാണോ LSCA സെക്രട്ടറി എന്നല്ലേ? LSCA സെക്രട്ടറി എന്നാണ് പറഞ്ഞിട്ട് ഇരിക്കുക. മറ്റ് സീനിയർ മോസ്റ്റ് ആൾക്കാർക്ക് മുനിസിപ്പാലിറ്റിയിലേക്ക് പോകാൻ കഴിയും. പിന്നെ പഞ്ചായത്തായാലും മുനിസിപ്പാലിറ്റി ആയാലും ബ്ലോക്ക് പഞ്ചായത്തായാലും ഒക്കെ സെക്രട്ടറി ആയിട്ട് നിങ്ങൾക്ക് ഇരിക്കാൻ പറ്റും. പണ്ട് നമുക്ക് അങ്ങനെ പറ്റില്ലായിരുന്നു. നമുക്ക് പഞ്ചായത്ത് സെക്രട്ടറി മാത്രമായിട്ട് ഇരിക്കാൻ പറ്റുമായിരുന്നു. ഇപ്പം നമുക്ക് എന്താവാൻ പറ്റും? മുനിസിപ്പാലിറ്റിയുടെ സെക്രട്ടറി ആവാം. അതുപോലെ വേണമെങ്കിൽ പോയിട്ട് ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ സെക്രട്ടറിയും ആവാം. ജില്ലാ പഞ്ചായത്തിൻ്റെയും കോർപ്പറേഷൻ്റെ സെക്രട്ടറി ആവാൻ പറ്റില്ല. ഓക്കെ, സോ ഏതെങ്കിലും ഒരു പഞ്ചായത്തിൻ്റെ സെക്രട്ടറി ആയിട്ട് വരട്ടെ. അപ്പോൾ നിങ്ങൾ സോഫ്റ്റ്വെയറിൽ ഉപയോഗിക്കുമല്ലോ. ഓഫ് കോഴ്സ് ഇങ്ങനെയൊരു പാവം മനുഷ്യൻ ഞങ്ങളുടെ മുന്നിൽ വന്നിരുന്നു എന്നോർക്കുക. പ്രശ്നങ്ങൾ കാണുമ്പോൾ ദയവ് ചെയ്ത് ശപിക്കരുത്. അത് ഒരു റിക്വസ്റ്റും കൂടെ. കാരണം പ്രശ്നങ്ങൾ എല്ലാത്തിലും ഉണ്ടാവുമല്ലോ. അത് തിരുത്തുക, മുന്നോട്ട് കൊണ്ടുപോകുക. നന്മ കാണുമ്പോൾ ഒന്ന് മനസ്സിൽ നല്ലത് എന്ന് കരുതാനുള്ളൊരു ചിന്തയും ഉണ്ടാവുക ദയവായിട്ട്. ഓക്കെ, ആൻഡ് ഓൾ ദ ബെസ്റ്റ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളെക്കാൾ കൂടുതൽ ബഹുമാനപ്പെട്ട MLAക്ക് ഇതുപോലൊരു സംവിധാനം ഇവിടെ ഉണ്ടാക്കിയതിനും കാരണം നജീബ് ഖാനെ കുറിച്ച് പണ്ട് മുതലേ ഞാൻ കേൾക്കുന്നുണ്ട്. താമരശ്ശേരി പഞ്ചായത്ത് സെക്രട്ടറി ആയിരുന്ന സമയത്ത് എൻ്റെ ഒരു സ്റ്റാഫിന് ഭയങ്കര അറ്റാച്ച്ഡ് ആയിരുന്നു സാറിനോട്. ഭയങ്കരമായിട്ട് എപ്പോഴും പറഞ്ഞു കേട്ടിട്ടുണ്ട് സാറിന്. പക്ഷേ കൂടുതലായിട്ട് സാറിനെ മനസ്സിലാക്കാൻ, അതായത് ഇങ്ങനൊരു സംവിധാനത്തിൽ വന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞിരുന്നില്ല. അപ്പോൾ അതിനൊരു സാഹചര്യം എനിക്ക് ഒരുക്കി തന്നതിന് ആദ്യം ഞാൻ ഒരുപാട് നന്ദി പറയുന്നു. നിങ്ങളോട് ഓരോരുത്തരോടും ഈ ഒരു അവസരത്തിൽ നന്ദി പറയുന്നു. താങ്ക് യു വെരി മച്ച്.